പ്രിയമുള്ളവരെ, ഔപചാരികതയൊന്നും ഇല്ലാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ശാസ്ത്രവും കപടശാസ്ത്രവുമാണ് വിഷയം. ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ സയൻസ് എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് വളരെ ലളിതമാണ്. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നിഗമനത്തിലെത്തുന്നു, നിരന്തരം പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പം തെറ്റ് കാണും, അപ്പോൾ തിരുത്തും, മാറ്റി നിയമങ്ങളുണ്ടാക്കും. അങ്ങനെ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സയൻസ്. സയൻസാണ് നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കുന്നത്. കൃഷി മനുഷ്യൻ്റെ വലിയൊരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തമായിരുന്നു. അതാണ് ഒരു സാംസ്കാരിക ജീവിതം സാധ്യമാക്കിയത്. അതിനു മുമ്പ് മനുഷ്യൻ അലഞ്ഞ് നടന്ന് പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ കഴിച്ച് ജീവിക്കുന്നൊരു ജീവിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് വരെ വളർന്നിട്ടുള്ളത്. ശാസ്ത്രം വളരുമ്പോൾ അതിൻ്റെ കൂടെ സംസ്കാരം മാറും, മതങ്ങളുടെ സ്വഭാവം മാറും, പുതിയ മതങ്ങൾ വരും, ചിലപ്പം സാഹിത്യം മാറും, എല്ലാം മാറും. സയൻസ് എന്നുള്ള അർത്ഥത്തിലല്ല ഇന്ത്യയിൽ പണ്ട് ശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചിരുന്നത്. ശാസിക്കപ്പെട്ടതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളുകൾ ഇതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശാസ്ത്രം. ഗുരുക്കന്മാർ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ അർത്ഥത്തിലല്ല നമ്മളിപ്പം ഉപയോഗിക്കുന്നത്. സയൻസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. മറ്റേ അർത്ഥത്തിൽ നമുക്കൊരു വിരോധമില്ല. കാരണം എന്തും ശാസ്ത്രമാകാം. ഗൗളി ശാസ്ത്രവും ശാസ്ത്രമാണ്, കാമശാസ്ത്രവും ശാസ്ത്രമാണ്, അല്ലേ? പക്ഷെ ആ അർത്ഥത്തിലല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കപടശാസ്ത്രം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായിട്ട് എന്ന് പറഞ്ഞാൽ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെറ്റ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാണ് കപടശാസ്ത്രം. ഇപ്പം പണ്ടേ കാലത്താണെങ്കിൽ അഗ്നി ദേവനായിരുന്നു. കാരണം അഗ്നി എന്താണെന്ന് അറിഞ്ഞുകൂടാ. വായു ദേവനായിരുന്നു. അങ്ങനെ പല ദേവന്മാരുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ അതൊക്കെ എന്താണെന്ന് പതുക്കെ പതുക്കെ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അതിനെ ഒന്ന് ആരാധിക്കുന്നതിൽ കാര്യമില്ല. വായുവിനെ ആരാധിച്ചിട്ട് പ്രത്യേകിച്ചൊരു ഗുണവും കിട്ടാനില്ല, അഗ്നിയെ ആരാധിച്ചിട്ട് ഗുണമൊന്നും കിട്ടാനില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അഗ്നിയെ ആരാധിക്കുകയും വായുവിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രീയമായ സംഗതി അല്ല. അങ്ങനെ ആകാശത്തിലെ ഗോളങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ചൊവ്വ ആണെങ്കിൽ ഒരു പേടിയോടെ കാണുന്ന ആളുകളുണ്ട്. വ്യാഴത്തെ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയായി കാണുന്നുണ്ട്. നമുക്കറിയാം ഇതൊന്നുമല്ല. അത് സൂര്യനെ ചുറ്റുന്ന അനേകം ഗ്രഹങ്ങളിൽ 8 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മാത്രമാണ്. ഭൂമിയുടെ 1300 ഇരട്ടി വലിപ്പമുണ്ടെന്ന് മാത്രം വ്യാഴം. ഭൂമിയുടെ 10 ചൊവ്വയുള്ളൂ. അടുത്തായതുകൊണ്ട് രണ്ടും തമ്മിൽ വലിപ്പത്തിൽ വലിയൊരു വ്യത്യാസമൊന്നും കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചൊവ്വ അടുത്താണ്, വ്യാഴം അകലെയാണ്. അപ്പോൾ അങ്ങനെ ഈ ആകാശത്തിലെ ഗോളങ്ങളെയൊക്കെ ദേവന്മാരാക്കിയിരുന്ന സങ്കല്പത്തിൽ നിന്ന് അതൊന്നും അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇപ്പോഴും അതിനെ ദേവന്മാരായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു നിഗ്രഹിക്കുന്നു ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കപടശാസ്ത്രമാണ്. അത്രയേ ഉള്ളൂ. അതാണ് കപടശാസ്ത്രത്തിൻ്റെ അർത്ഥം. അതല്ലാതെ നമുക്ക് തെറ്റെന്ന് തെളിയിക്കാൻ കഴിയാത്ത ഒരുപാട് വിശ്വാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ദൈവവിശ്വാസം ഉദാഹരണം എടുത്താൽ, ദൈവം ഇല്ല എന്ന് ആരും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാത്തതുപോലെ തന്നെ രണ്ടും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഒരു കപടശാസ്ത്രം എന്ന് വിളിക്കാൻ പ്രയാസമാണ്. അങ്ങനെ നിരവധി സംഗതികൾ ഇപ്പോഴും നിലനിൽക്കുന്ന, നമ്മൾ ഇതുവരെ തെറ്റെന്ന് തെളിയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടാകാം. ഈ കപടശാസ്ത്രങ്ങളെല്ലാം
അങ്ങനെ കാപട്യമായിട്ട് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള ധാരണയും ശരിയല്ല. ഉദാഹരണത്തിന് ജ്യോതിഷം, അതൊരു കപടശാസ്ത്രമാണ്. പക്ഷെ അത് ഉണ്ടായി വന്ന കാലത്ത് അത് അങ്ങനെയല്ല. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. അതില്ലാഞ്ഞാൽ ഒരു സാംസ്കാരിക ജീവിതം അന്ന് സാധ്യമായിരുന്നില്ല. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്തെ ജ്യോതിശാസ്ത്രമാണ്. അന്ന് രണ്ടു പേരില്ല, ഒറ്റ പേരേ ഉള്ളൂ. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിസുകളെ കുറിച്ചുള്ള പഠനമാണ്. ആകാശത്ത് തിളങ്ങുന്ന വസ്തുക്കളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അതിൽ വരും. ആസ്ട്രോളജി എന്ന ഇംഗ്ലീഷ് വാക്കും അത് തന്നെയാണ്. ആസ്ട്രോ നക്ഷത്രമാണ്. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോളജി. അപ്പൊ അവിടെയൊന്നും അന്ധവിശ്വാസം വരുന്നില്ല. പിൽക്കാലത്ത് ഇത് രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് ഫലഭാഗ ജ്യോതിഷം, ഇത് വെച്ചുകൊണ്ട് മനുഷ്യന്റെ ഭാവി പറയാൻ തുടങ്ങി. മറ്റൊന്ന് സാധാരണഗതിയിൽ വാനവസ്തുക്കളെ കുറിച്ചുള്ള പഠനം, ജ്യോതിശാസ്ത്രം. അതങ്ങനെ വേർതിരിഞ്ഞ ഘട്ടത്തിലാണ് ജ്യോതിഷം പൂർണ്ണമായും ഒരു കപടശാസ്ത്രമായി മാറുകയും ജ്യോത്സ്യം എന്ന് നമുക്കതിനെ വിളിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ജ്യോതിശാസ്ത്രത്തിൻ്റെ തന്നെ കാര്യം കുറച്ചും കൂടി ആഴത്തിൽ പരിശോധിക്കാം. കപടശാസ്ത്രങ്ങൾ ഒന്നും രണ്ടും നല്ല ഒരുപാടുണ്ട്. എന്നാലും അധിക എണ്ണത്തിൻ്റെയും അടിത്തറ കിടക്കുന്നത് ഈ ജ്യോതിഷത്തിലാണ്. ജ്യോതിഷം ഉണ്ടായി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തുടക്കം പുരോഹിതന്മാരിൽ നിന്നാണ്. നമ്മുടെ പുരോഹിതന്മാരെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ബാബിലോണിയ, പഴയ ഇപ്പോഴത്തെ ഇറാഖിൻ്റെ പഴയ പേരാണ്. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടെ അസീറിയൻ സംസ്കാരം, സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം എന്നിങ്ങനെ പല സംസ്കാരങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ജ്യോതിശാസ്ത്രത്തിൽ വളർച്ച നേടിയത് ബാബിലോണിയരാണ്. ബാബിലോണിയൻ ജ്യോതിഷികൾ അവരുടെ ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് കുറേ ദൈവങ്ങളുണ്ട്. ആകാശത്തിലെ ഗോളങ്ങളാണ് പല ദൈവങ്ങളും. ശനി എന്ന് പറയുന്നത് നിനുർത്ത എന്ന് പറഞ്ഞ ദൈവമാണ്. അതേപോലെ തന്നെ എല്ലാ വ്യാഴമൊക്കെ ദൈവമാണ്. അപ്പം അതിനൊക്കെ ക്ഷേത്രം പണിയുക ഇങ്ങനെ പല തട്ടുള്ള ക്ഷേത്രങ്ങളാണ്. മുകളിലേക്ക് വരും തോറും ഇങ്ങനെ കൂമ്പി വരും. സിഗുറത്ത് എന്നാണ് അതിൻ്റെ പേര്, ആ ഷെയ്പ്പിൻ്റെ പേര്. അങ്ങനെ സിഗുറത്തുകളായിട്ടാണ് അന്നത്തെ ക്ഷേത്രങ്ങൾ. ഏറ്റവും മുകളിലത്തെ തട്ട് വാന നിരീക്ഷണത്തിനുള്ളതാണ്. എന്തിനാ വാന നിരീക്ഷണം? ഈ ദൈവത്തിനുള്ള കർമ്മങ്ങളെല്ലാം സമയനിഷ്ഠയോടെ ചെയ്യണം, അല്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല. അപ്പം സമയനിഷ്ഠയോടെ ചെയ്യണമെങ്കിൽ എങ്ങനെ സമയം അറിയും? വാച്ചും ക്ലോക്കും ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ അവർ സമയം അറിയാൻ കണ്ട മാർഗം നക്ഷത്ര നിരീക്ഷണമാണ്. അങ്ങനെയാണ് ജ്യോതിഷത്തിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഒരു നക്ഷത്രം കിഴക്കുദിച്ചാൽ അത് എപ്പോൾ ഉദിച്ചാലും 4 മിനിറ്റിൽ 1 ഡിഗ്രി വെച്ച് പടിഞ്ഞാറോട്ട് ഇങ്ങനെ നീങ്ങിപ്പോവും. അത് ഓരോ കാലത്തും ഓരോ നക്ഷത്രമായിരിക്കും. ഇന്ന് സന്ധ്യയ്ക്ക് ഉദിക്കുന്ന നക്ഷത്രം ആയിരിക്കില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് കിഴക്കുദിക്കുക. നക്ഷത്രം എല്ലാ ദിവസവും 4 മിനിറ്റ് നേരത്തെ ഉദിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി 7 മണിക്ക് ഉദിക്കുന്ന നക്ഷത്രം നാളെ 6:56 ഉദിക്കും. അതിൻ്റെ പിറ്റേ ദിവസം 6:52 അങ്ങനെ നേരത്തെ ആവും. അപ്പോൾ ഓരോ കാലത്ത് ഏത് നക്ഷത്രമാണ് സന്ധ്യയ്ക്ക് ഉദിക്കുന്നതെന്ന് അറിയണം. അതിങ്ങനെ 4 മിനിറ്റിൽ 1 ഡിഗ്രി വെച്ച് പടിഞ്ഞാറോട്ട് പോകുമെന്നും അറിയണം. അങ്ങനെയാണെങ്കിൽ രാത്രി മുഴുവൻ സമയം നോക്കാൻ നമുക്ക് നക്ഷത്രം മതി. ഡിഗ്രിയൊക്കെ എങ്ങനെ അളക്കുക എന്ന് വെച്ചാൽ അതൊക്കെ അന്ന് വെറും കൈ കൊണ്ടാണ് അളക്കുക. കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ചൂണ്ടുവിരൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒരു കണ്ണടച്ച് വിരലിൻ്റെ അറ്റത്തേക്ക് നോക്കിയാൽ ആ വിരലിൻ്റെ അറ്റം കൊണ്ട് ആകാശത്ത് എത്ര ഭാഗം മറഞ്ഞു പോകുമോ അതൊരു ഡിഗ്രിയാണ്. അതാണ് അന്നത്തെ കണക്ക്. ശരി, നീട്ടിപ്പിടിക്കണം, ഇങ്ങനെ പിടിച്ചു കളയരുത്. നീട്ടിപ്പിടിച്ചിട്ട് ചൂണ്ടുവിരലിൻ്റെ അറ്റത്തേക്ക് ഒരു കണ്ണുകൊണ്ട് നോക്കുക. അപ്പോൾ ആകാശത്ത് അത് മറയ്ക്കുന്ന 1 ഡിഗ്രി ആയിരിക്കും. മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഈ ചൂണ്ടുവിരലിൻ്റെ എല്ല് മുതൽ ചെറുവിരലിൻ്റെ എല്ല് വരെയുള്ള ഇത്രയും ഭാഗം കൊണ്ട് ആകാശത്ത് എത്ര മറയും? അത് 10 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഇത് 18 ഡിഗ്രിയാണിത്. അങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഒരുപാട് ആംഗിൾ അളക്കാം. വളരെ കൃത്യമൊന്നും ആയിരിക്കില്ല, അല്പസ്വല്പമൊക്കെ പശു വരും. പക്ഷേ അത്രയേ വേണ്ടൂ. അന്നത്തെ ഏകദേശം സമയം അറിഞ്ഞാൽ മതി. അപ്പം അങ്ങനെ സമയം അളക്കാൻ വേണ്ടി മനുഷ്യൻ വാനനിരീക്ഷണം തുടങ്ങി. അത് ഈ പൂജാരികളുടെ പുരോഹിതരുടെ ശാസ്ത്രമായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് എല്ലാ കാലത്തും പുരോഹിതരാണ് ഈ ജ്യോതിശാസ്ത്രത്തെ വളർത്തിയെടുത്തത്. അതിനുള്ള നന്ദി നമ്മൾ എപ്പോഴും അവരോട് പറയണം, അല്ലേ? പിന്നെ എന്താ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആവശ്യം വന്നതെന്ന് വെച്ചാൽ ദിക്കറിയണം.
ആർക്കാ? സഞ്ചാരികൾക്ക്. മനുഷ്യനിങ്ങനെ കൃഷിയിലൊക്കെ ഏർപ്പെട്ട് ആവശ്യത്തിലേറെ ഉൽപാദനം നടക്കും. ചില സ്ഥലത്ത് പഴങ്ങൾ കൂടുതലുണ്ടാവും, വേറെ ചില സ്ഥലത്ത് പച്ചക്കറി ആയിരിക്കും കൂടുതൽ, മറ്റൊരിടത്ത് ധാന്യമായിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളക്കൊടുക്കാൻ നടക്കണം. കൊള്ളക്കൊടുക്കാൻ നടക്കണമെങ്കിൽ സഞ്ചരിക്കണം. സഞ്ചരിക്കണമെങ്കിൽ പണ്ട് ദിക്കറിയണം, കാരണം റോഡില്ല. അത് ഏറ്റവും കൂടുതൽ ആ രംഗത്ത് ഈ വാനനിരീക്ഷണത്തിന്റെ ആവശ്യം വന്ന കൂട്ടർ ഈ ബാബിലോണിയക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയളക്കൽ നമുക്കും ആവശ്യമായിരുന്നു. ബാബിലോണിയൻ ജ്യോതിഷികളെ പോലെ തന്നെ ഇന്ത്യൻ ജ്യോതിഷികളും ഇന്ത്യൻ പുരോഹിതരും നക്ഷത്രം കൊണ്ട് സമയം പറഞ്ഞിരുന്നു. പക്ഷേ ഈ ദിക്കറിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വന്ന ബാബിലോണിയക്കാർക്കാണ്. ഇപ്പോഴത്തെ ഇറാഖ് അവരുടെ നാട് നിങ്ങൾക്ക് അറിയാം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന് പറയുന്ന 2 നദിയുണ്ട്, മരുഭൂമി കൂടെ ഒഴുകുന്നത്. ആ വെള്ളം ജലസേചനം ഉപയോഗിച്ചിട്ട് അവർ ഗോതമ്പ് കൃഷിയും ബാർലി കൃഷിയും ഈത്തപ്പഴം കൃഷിയും എല്ലാം ഒന്നും അവിടെ ഉണ്ടാവില്ല. അവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ, ഏലവും കുരുമുളകും ഒക്കെ കിട്ടണേ ഇവിടെ വരണം, ഇന്ത്യയിൽ വരണം. തേൻ കിട്ടണേ ഇന്ത്യയിൽ വരണം. സിൽക്ക് കിട്ടണമെങ്കിൽ, വസ്ത്രത്തിൻ്റെ സിൽക്ക് കിട്ടണമെങ്കിൽ അവർക്ക് ചൈനയിൽ പോകണം. അങ്ങനെ അവർ ഈ നടന്ന് കച്ചവടം ചെയ്യും. അവർ ഈ ഒട്ടകക്കൂട്ടങ്ങളുമായിട്ട് മരുഭൂമി താണ്ടി വരും. ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകും. തിരിച്ച് അവരുടെ നാട്ടിലേക്ക് മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിലേക്കും പോകും, അവിടെയും കൊണ്ട് വിൽക്കും. അങ്ങനെ വണിക സമൂഹങ്ങളായിരുന്നു അവർ. അവരിങ്ങനെ യാത്ര ചെയ്യുന്നത് രാത്രിയിലാണ്. കാരണം പകല് അവർക്ക് ഈ മരുഭൂമി കിടക്കാൻ പറ്റില്ല. മരുഭൂമി കിടക്കണം ഇന്ത്യയിലേക്ക്. ഗോപി മരുഭൂമി കിടന്നാലേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനുള്ള പ്രയാസം കാരണം അവർ രാത്രിയിലാണ് യാത്ര ചെയ്യുക. രാത്രി യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ദിക്കറിയും? അതാണ് പ്രശ്നം. പകലാണെങ്കിൽ സൂര്യൻ സഹായിക്കും. രാത്രിയിൽ ദിക്കറിയാൻ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ എങ്ങനെ സാധിക്കും? അപ്പോൾ അവരതിന് കണ്ടുപിടിച്ച മാർഗമാണ് നക്ഷത്രങ്ങൾ നമുക്ക് ദിക്ക് കാണിച്ചിരുന്നു. ഒന്ന് ധ്രുവ നക്ഷത്രമാണ്, എല്ലാവർക്കും അറിയാം. ഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ട് ഇപ്പം നമ്മുടെ തൃശ്ശൂരോ സമീപ പ്രദേശങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 9.5-10 ഡിഗ്രി ഉയരത്തിലായിട്ട് ധ്രുവ നക്ഷത്രം നിൽക്കുന്നുണ്ടാവും. തിരുവനന്തപുരത്താണ് 8 ഡിഗ്രി ഉണ്ടാവുള്ളൂ, കുറച്ചും കൂടെ താഴെയായിരിക്കും. ഞാൻ കോഴിക്കോട്ടുകാർക്ക് 11 ഡിഗ്രിയിലേറെയാണ്. ഡൽഹിയിലെത്തിയാൽ 26 ഡിഗ്രി മറ്റു ഉയരത്തിലാണ്. അപ്പം വടക്കോട്ട് നമ്മൾ പോകുന്തോറും ഈ നക്ഷത്രം ഉയർന്നു വരും പോലെ തോന്നും. എന്തായാലും ശരി, ധ്രുവ നക്ഷത്രത്തെ കണ്ടാൽ നമുക്ക് വടക്ക് എവിടെയാന്ന് കിട്ടും. വടക്ക് കിട്ടിയാൽ ബാക്കി എല്ലാ ദിക്കും അറിയാം. ഭൂമിയുടെ തെക്കേ അർദ്ധഗോളത്തിലേക്ക് കിടന്നാൽ ധ്രുവനെ കാണില്ല. അപ്പൊ അതിന് പറ്റിയ നക്ഷത്രം അവിടെ വേണം. അപ്പൊ തെക്കേ ഭാഗത്ത് അതുപോലെ തന്നെ ധ്രുവത്തോട് ചേർന്ന്, ധ്രുവത്തിലല്ല, ഇത് ധ്രുവത്തിൽ തന്നെയാണ് ധ്രുവനുള്ളത്, മറ്റേത് ധ്രുവത്തോട് ചേർന്ന് കുറച്ച് ഉയരത്തിലായിട്ട് 4 നക്ഷത്രമുണ്ട്. 2 മുകളിലും താഴെ, 2 ഇടത്തും വലത്തും. ഒരു കുരിശ് വരയ്ക്കാം. ബാബിലോണിയക്കാർക്ക് അന്ന് കുറ്റവാളികളെ കുരിശിലേറ്റി കൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആകാശത്തൊരു കുരിശ് സങ്കല്പിച്ചു. ക്രിസ്തുവിനെ കുരിശിലേറ്റിയ കുരിശല്ലത്. ഭക്തിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. ഇത് വെറും കുരിശ്, നക്ഷത്ര കുരിശാണ്. സതേൺ ക്രക്സ് എന്നാണ് ഇപ്പോഴും അത് അറിയപ്പെടുന്നത്, തെക്കൻ കുരിശ്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദിക്കറിയാം. ഇന്ത്യക്കാർക്കും ദിക്കറിയാൻ ഈ നക്ഷത്രങ്ങളെ 2നെ അറിയാം. ധ്രുവനെ അറിയാം, തെക്കൻ കുരിശിനെ അറിയാം. കുരിശെന്നല്ല, പക്ഷെ നമ്മൾ വിളിച്ചു, നമുക്ക് ഈ കുരിശ് വരികയില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ താഴെ തെക്കേ അറ്റത്തുള്ള നക്ഷത്രത്തിൽ മറ്റേ 3 നക്ഷത്രങ്ങളിലേക്ക് ഓരോ കുറ്റി നാട്ടി. കുറ്റിക്ക് ശംഖു എന്ന് പറയാം. അപ്പം 3 കുറ്റിക്ക് ത്രിശംഖു എന്ന് പറയും. അപ്പം നമ്മുടെ ത്രിശംഖു നക്ഷത്രങ്ങളാണ് അവരുടെ തെക്കൻ കുരിശ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, പേരേ മാറിയുള്ളൂ, രൂപം മാറി. പക്ഷേ ഒരേ 4 നക്ഷത്രങ്ങളും കൊണ്ട് 3 കുറ്റി സങ്കല്പിച്ചു. ഇന്ത്യക്കാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും കഥയുണ്ടാക്കും. ഇപ്പോൾ ധ്രുവന്റെ കഥ നിങ്ങൾക്ക് അറിയാം. ഉത്താനപാത ചക്രവർത്തിയുടെ മകനായിരുന്നു ധ്രുവൻ. ഉത്താനപാതൻ്റെ 2 ഭാര്യമാരുണ്ടായിരുന്നു, സുരുചിയും സുനീതിയും. അതിൽ സുരുചിയിൽ ഉത്തമൻ എന്ന് പേരായൊരു മകനുണ്ട്, സുനീതിയിൽ ധ്രുവനും. രാജാവിന് സുരുചിയായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഉത്തമനെ മടിയിലൊക്കെ ഇരുന്ന് കളിപ്പിക്കും, മറ്റേ കുട്ടിയെ അവഗണിക്കും. ഒരു ദിവസം ധ്രുവൻ രാജാവിൻ്റെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ സുരുചി വന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ആ കുട്ടി ദുഃഖം സഹിക്കാതെ കാട്ടിൽ പോയി തപസ് ചെയ്തു, വിഷ്ണുവിനെ വരുത്തി. വിഷ്ണു അയാളെ എടുത്തുകൊണ്ട് ആകാശത്തൊരു നക്ഷത്രമാക്കി മാറ്റി. ഇത്രയാണ് ശരിക്കും പറഞ്ഞ കഥ. പണ്ടൊക്കെ ഇങ്ങനെയാണ്, ദൈവങ്ങളെയൊക്കെ ഒന്ന് മുട്ടി വിളിച്ചാൽ തപസ് ചെയ്താൽ വരുമായിരുന്നു. ഇപ്പോൾ ഒരു ദൈവം തിരിഞ്ഞു നോക്കുന്നില്ല, എത്ര തപസ് ചെയ്തിട്ട്. ദൈവങ്ങളുടെയൊക്കെ സ്വഭാവം മാറിയിട്ടുണ്ട്.
അപ്പൊ എന്തായാലും ശരി, വിഷ്ണു വന്നു ആകാശത്തിൽ ഇയാളെ ഈ കുട്ടിയെ കൊണ്ടുപോയി ഒരു നക്ഷത്രമാക്കി മാറ്റി. ഈ കഥ ഉണ്ടാക്കിയത് അന്ധവിശ്വാസം പരത്താൻ വേണ്ടിയല്ല, ഇത് നമ്മുടെ മനസ്സിൽ ഈ ചിത്രം പതിച്ചു വെക്കാൻ വേണ്ടിയാണ്. ധ്രുവൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്, അതിനെ കണ്ടാൽ വടക്കറിയാം, അതിനെ നമ്മളൊരു കഥയിലൂടെ നമ്മുടെ മനസ്സിൽ പതിച്ചു. ധ്രുവന്റെ അടുത്ത് ഉത്താനവാദനുണ്ട്, കുറേ നക്ഷത്രം അതിൻ്റെ അടുത്തുണ്ട്, മങ്ങിയ നക്ഷത്രങ്ങൾ. അത് കണ്ടാൽ തോന്നുന്നു ഒരാളിങ്ങനെ ഇരുന്നിട്ട് കാല് നീട്ടി വെച്ചിരിക്കുകയാണ്, ഉത്താനപാദനാണ്, കാല് നീട്ടി വെച്ചവൻ, നിവർത്തി വെച്ചവനാണ്. അല്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് കാല് നീട്ടി വെച്ചിരിക്കുന്നു, അതിൻ്റെ മടിയിൽ നിന്ന് ഇറക്കി വിട്ട ഒരു പയ്യനപ്പുറത്തുണ്ട്, ധ്രുവൻ. ഇതാണ് അവിടുത്തെ ചിത്രം, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ആകാശത്ത് കഥകൾ ഉണ്ടാക്കുക രസകരമായ ഏർപ്പാടായിരുന്നു. ഇതൊന്നും അന്ധവിശ്വാസത്തിനല്ല. അതേപോലെ തന്നെയാണ് തെക്കൻ കുരിശ്, നമ്മുടെ ത്രിശങ്കുവിൻ്റെ കഥ എങ്ങനെയാണ്? ത്രിശങ്കു ചെറുപ്പകാലത്ത് മഹാ തോന്നിയാസിയായ രാജകുമാരനായിരുന്നു. ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ കല്യാണ പന്തലിൽ തട്ടിക്കൊണ്ടുപോയി, വധുവിനെ തട്ടിക്കൊണ്ടുപോയി. അപ്പം മുനിമാർ അയാളെ ശപിച്ച് ചണ്ടാളനാക്കി മാറ്റി. അന്നത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് ചണ്ടാളനാക്കുക, ഏറ്റവും താഴ്ന്ന ജാതി. അങ്ങനെ ചണ്ടാള കുടിലുകളിലാണ് പിന്നെ ഈ രാജകുമാരൻ താമസിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞ് അയാൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അപ്പോൾ മഹർഷിമാരോട് കേണു. വിശ്വാമിത്രനാണ് സഹായിച്ച ഒടുവിൽ. വിശ്വാമിത്രൻ വലിയൊരു ഹോമമൊക്കെ നടത്തി ഇയാളെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയച്ചു. ഈ ആത്മാവിനെ അയക്കല്ല ചെയ്തത്, പടി തന്നെ അയച്ചു. അങ്ങനെ ഉടലോടെ സ്വർഗത്തിന്റെ വാതിൽക്കലെത്തിയ ധ്രുവനല്ല, ഈ ചണ്ടാളനെ ദേവേന്ദ്രൻ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. കാരണം താന്ന ജാതിക്കാർക്ക് അന്ന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഇപ്പം നിയമമൊക്കെ മാറ്റിയിട്ടുണ്ടാവും ഒരു പക്ഷേ, സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടാവും. പക്ഷെ പണ്ടങ്ങനെയല്ല. പണ്ട് ഈ ചണ്ടാളന് സ്വർഗത്തിൽ പ്രവേശനമില്ല. അപ്പൊ ഉന്തി താഴോട്ട് തന്നെ ഇട്ടു. താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ഈ ചണ്ടാളനെ വിശ്വാമിത്രൻ ആകാശത്തവിടെ നിർത്തി. എന്നിട്ട് സ്വന്തമായൊരു സ്വർഗം പണിതു കൊടുത്തു. അതാണ് ത്രിശങ്കു സ്വർഗം. അങ്ങനെ ത്രിശങ്കു സ്വർഗത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. എങ്ങനെയാ തലകുത്തിയാ നിൽക്കുന്നത്? അയാൾ ആ ചിത്രം നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ. താഴെ തല, രണ്ട് കൈ ഇങ്ങനെ, ഉടലിങ്ങോട്ടും. ത്രിശങ്കു അതാണ്, മനസ്സിലല്ലേ? രണ്ട് കൈയും ഉടലുമായിട്ട് തല താഴോട്ടായിട്ട് ആകാശത്ത് നിൽക്കുകയാണ് സ്വർഗത്തിൽ. അപ്പൊ ഇങ്ങനെ ആകാശത്ത് ഇതുപോലത്തെ വേറെയുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിലേക്കും കിടക്കില്ല, സമയം ഒരുപാട് പോകും. അങ്ങനെ ആകാശത്ത് ധാരാളം ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ആകാശത്ത് ദിക്ക് കാണാൻ നക്ഷത്രങ്ങളുണ്ട്. വേട്ടക്കാരൻ എന്ന് പറയുന്ന വേറൊരു ഗണമുണ്ട്, നിങ്ങൾ പലർക്കും അറിയാം. ഒറയൻ ദ ഹണ്ടർ. ഒറയൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ വേറൊരു ഒരു ഗണമുണ്ട്. അത് നോക്കിയാലും ദിക്കറിയാൻ പറ്റും. അങ്ങനെ ആകാശത്ത് സമയം അളക്കാനും ദിക്കറിയാൻ വേണ്ടി മനുഷ്യൻ തുടങ്ങിയതാണ് ജ്യോതിശാസ്ത്രം. അതിൽ നിന്ന് പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നു. ഒന്നും അന്ധവിശ്വാസമല്ല. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് എത്ര ദിവസമായി എന്ന് എങ്ങനെ കണക്കാക്കും? പണ്ടത്തെ കാര്യമാണ്. അന്ന് കലണ്ടറില്ല, കൊല്ലത്തിന് നീളം തന്നെ ശരിക്കറിയില്ല, ഒരു കണക്കുമില്ല. കാലത്തിന്റെ കണക്ക് വളരെ കുറവാണ്. അപ്പം ഒരു ദിവസമായി 2 ദിവസം എന്നൊക്കെ ഇങ്ങനെ നമുക്ക് എണ്ണാം. കുറേ ദിവസം കഴിഞ്ഞാൽ എണ്ണം തെറ്റും. ബാബിലോണിയക്കാർക്കാണെങ്കിൽ ആഴ്ചയുണ്ട്. കാരണം ആ നാട്ടിൽ സൃഷ്ടി കഥയുണ്ട്. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി മുഴുവൻ നടത്തി 7ാമത്തെ ദിവസം വിശ്രമിച്ചു എന്നാണ്. അത് ബൈബിളിലാണ് നമ്മൾ കാണുന്നതെങ്കിലും ബൈബിളിന് മുമ്പേ ആ നാട്ടിലുള്ള കഥയാണ്. അപ്പോൾ 7 ദിവസത്തെ സൃഷ്ടികഥയുള്ളത് കൊണ്ട് അവർക്ക് ആഴ്ച എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. കാരണം ഇന്ത്യയിൽ സൃഷ്ടികഥയില്ല. ഇന്ത്യയിൽ സൃഷ്ടിക്ക് വേണ്ടി പ്രത്യേകം ദൈവം തന്നെയാണ്, അല്ലേ? ബ്രഹ്മാവ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഈ സൃഷ്ടികഥ ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് വേറെ സങ്കല്പം വേണം. സങ്കല്പമല്ല, നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ അതിൻ്റെ മാർഗം കണ്ടെത്തി കാലം കടിക്കാൻ. എന്താണ്? ചന്ദ്രൻ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൻ്റെ അടുത്ത് കണ്ടാൽ പിറ്റേ ദിവസം നോക്കിയാൽ ചന്ദ്രൻ കുറച്ചും കൂടെ കിഴക്കോട്ട് നീങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ പിറ്റേ ദിവസം പിന്നെയും കിഴക്കോട്ട് പോകും. ഇങ്ങനെ കിഴക്കോട്ട് പോവുകയും വലുതായി വലുതായി വരികയും 14ാം ദിവസം പൂർണ്ണയന്ത്രമാവുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. പിന്നെ തിരിച്ച് പഴയ നക്ഷത്രത്തിന് അടുത്ത് എത്തണമെങ്കിൽ ചന്ദ്രൻ 27 ദിവസവും 8 മണിക്കൂർ വേണം.
ചന്ദ്രന് ഭൂമി ഒന്ന് ചുറ്റാൻ 27 ദിവസം വേണം. അപ്പൊ 8 മണിക്കൂർ 1/3 ദിവസം എല്ലാത്തിലുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 27 നാളാക്കി ആകാശത്ത്. ചന്ദ്രൻ പോകുന്ന വഴിയെ 27 തുല്യ ഭാഗമാക്കി, ഓരോന്നും 13 1/3 ഡിഗ്രി വീതം. അങ്ങനെ 27 നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ നാളുകൾ ഉണ്ടായി. ഇനി നാളുകൾക്ക് പേര് കൊടുക്കണം. എങ്ങനെയാ പേര് കൊടുക്കുക? 2 നക്ഷത്രങ്ങൾ അടുത്തടുത്തുണ്ട്, ഒന്ന് കുറച്ച് അകലേക്ക് മാറിയുണ്ടെങ്കിൽ അതിനെ 3നെയും കൂടെ ചേർത്ത് നമുക്കൊരു മെലിഞ്ഞ ത്രികോണം വരയ്ക്കാൻ തോന്നും. പക്ഷെ അന്നുള്ളവർ വരച്ചത് ത്രികോണമല്ല, ഒരു കുതിരയുടെ തലയാണ്. ഒരു മെലിഞ്ഞ കുതിരത്തല വരച്ചു വെച്ചവർ ആകാശം 3 നക്ഷത്രങ്ങളെ കൊണ്ട് അശ്വമുഖം വരച്ചു. അശ്വമുഖം പോലെ നക്ഷത്രങ്ങൾ നിൽക്കുന്ന ആ ആകാശഭാഗത്തെ അവർ അശ്വിനി എന്ന് വിളിച്ചു. സംസ്കൃതത്തിൽ അശ്വിനിയാണ്. മലയാളികളാണ് അത് പറഞ്ഞത് അശ്വതിയാക്കിയത്. അപ്പോൾ ഒരു നാളിൻ്റെ പേര് അശ്വതി എന്നാണ്. അവിടെ ഈ 3 നക്ഷത്രത്തെ ഇപ്പോഴും കാണാം. അടുത്തൊരു ഭരണിയുണ്ട്, ഒരു കുഞ്ഞു ഭരണി. അത് കഴിഞ്ഞാൽ കാർത്തികയുണ്ട്. 7 നക്ഷത്രങ്ങൾ ഒന്നിച്ചൊരു കൊലയായിട്ട് നിൽക്കും. ഇപ്പം സന്ധ്യയ്ക്ക് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. മുകളിലേക്ക് നോക്കിയാൽ മതി. നേരെ മുകളിലേക്ക് നോക്കിയാൽ 6-7 നക്ഷത്രങ്ങൾ ഒന്നിച്ചൊരു കൊലയായിട്ട് നിൽക്കുന്നതാണ്. അത് കാർത്തിക നക്ഷത്രങ്ങളാണ്. രോഹിണി ഉണ്ടോ അതിൻ്റെ അപ്പുറത്ത്, ഇംഗ്ലീഷിൽ വി എഴുതിയ പോലെ. അതിൻ്റെ ഒരറ്റത്തൊരു ചുവന്ന നക്ഷത്രമുണ്ട്, ബ്രഹ്മർഷി എന്ന് പറയും ആ നക്ഷത്രത്തിന്. അങ്ങനെ രോഹിണി. മകീര്യം മൃഗശിരസാണ്, മാനിൻ്റെ തല, അതാണ് മകീര്യം. തിരുവാതിര തീക്കട്ട പോലെ ചുവന്ന ഒരു നക്ഷത്രം, ആർദ്ര നക്ഷത്രമാണ്. അതിലാണ് നമ്മൾ തിരുവാതിര എന്നാക്കിയത്. അങ്ങനെ ഇങ്ങനെ 27 നക്ഷത്രങ്ങൾ. എല്ലാത്തിൻ്റെ ഒന്നും രൂപം പറഞ്ഞിട്ട് ഇപ്പം കാര്യമില്ല, ചിലതിന് രൂപമില്ല. ആകെ 2 നക്ഷത്രം ഉണ്ടാകുക. അതിനെ ഒരു രൂപം സങ്കല്പിക്കാൻ ഒരു വര മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആകാശത്ത് ചന്ദ്രൻ പോകുന്ന വഴിക്ക് 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് എനിക്കിപ്പം ചന്ദ്രൻ എവിടെയാണ് നിന്നിരുന്നത് എന്ന് നോക്കിയാൽ മതി. ചന്ദ്രൻ കാർത്തികയുടെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ കുഞ്ഞ് ജനിച്ചത് കാർത്തികയിലാണെന്ന് നമ്മൾ പറയും. പൂയത്തിലാണെങ്കിൽ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രം പൂയമാണെന്ന് പറയും. ഇതാണ് ഈ ജന്മനക്ഷത്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഓരോരുത്തർക്കും ജന്മനക്ഷത്രം ഉണ്ടാവും. ജന്മനക്ഷത്രം ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. നമുക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷെ ജന്മനക്ഷത്രം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ചന്ദ്രൻ ഇവിടെ എവിടെയെങ്കിലും നിൽക്കാതെ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലുണ്ടാവും. അതായിരിക്കും നമ്മുടെ ജന്മനക്ഷത്രം. ഇനി അത് വെച്ച് കാലം ഗണിക്കാം. ഉദാഹരണത്തിന് ഒരു കുട്ടി ഇപ്പം കാർത്തികയിൽ ജനിച്ചു എന്ന് വിചാരിക്കുക. ഇന്നിപ്പം ആയില്യാണെന്നിരിക്കുക. എത്ര ദിവസമായി കുട്ടി ജനിച്ചിട്ട്? വേഗം കണക്കാക്കാം. കാർത്തികയിൽ ജനിച്ചു. കാർത്തിക കഴിഞ്ഞാൽ രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, 6 ദിവസമായി. ഇങ്ങനെ എത്ര ദിവസം വരെ എണ്ണാം? 27 ദിവസം വരെ. കാരണം 27 നക്ഷത്രമുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് എത്ര ദിവസമായെന്ന് നമുക്ക് ആകാശത്ത് നോക്കിയാൽ മനസ്സിലാവും. കുഞ്ഞ് ജനിച്ച ദിവസത്തെ നക്ഷത്രം അറിയണം, അത്രേ ഉള്ളൂ. കാർത്തികയിലാണ് ജനിച്ചതെങ്കിൽ ആ കാർത്തിക ഓർത്താൽ മതി. പിന്നെ ഓരോ ദിവസവും മാറി മാറി വരുന്ന നക്ഷത്രം ആകാശത്ത് കാണാം, അല്ലെ കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മുടെ ജനിച്ചിട്ട് എത്ര ദിവസമായെന്ന് ദിവസങ്ങളിൽ കൃത്യയോടെ പറയാം. അപ്പോൾ 27 വരെ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കേരളീയർ ചെയ്തൊരു പണി, നമ്മുടെ ജ്യോതിഷികൾ ചെയ്തൊരു പണി, കുട്ടിയുടെ അരയിൽ ഒരു ചരട് കിട്ടും. അതിനെ നമ്മൾ 28 എന്ന് വിളിക്കും. 27 നക്ഷത്രം തീർന്നാൽ കുട്ടിയുടെ അരയിൽ 28 കിട്ടും എന്ന് പറഞ്ഞാൽ വീണ്ടും എണ്ണണമെന്ന് അതിൻ്റെ അർത്ഥം. വീണ്ടും നമ്മൾ എണ്ണും, 1 2 3. കാർത്തികയിൽ ജനിച്ച കുട്ടി വീണ്ടും കാർത്തികയിൽ ചന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ 28 കിട്ടും പിറ്റേ ദിവസം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 1 2 നിണ്ണും. അങ്ങനെ വീണ്ടും ഒരു 27 കൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ചരട് കിട്ടുന്നതിനൊരു രീതിയുണ്ട്. അതിൻ്റെ ഒരറ്റം നീട്ടിയിട്ട് ചരടിൻ്റെ ആ നീട്ടിയിട്ട ചരടിൽ ഒന്നുകിൽ ഓരോ കെട്ടിടും. ഒരു 27 ഒരു കെട്ട്, അല്ലെങ്കിൽ ഒരു മുത്ത് കോർത്തിടും, അല്ലേ? അപ്പം ഇങ്ങനെ കോർത്തോണ്ടിരിക്കും ഓരോ മാസവും, ഓരോ 27 ദിവസവും. എത്ര മുത്തായി എന്ന് എണ്ണിയാൽ, അല്ലെ എത്ര കെട്ട് വീണു എന്ന് എണ്ണിയാൽ കുട്ടിക്ക് എത്ര പ്രായമായെന്ന് പറയാം. 2-3 കൊല്ലം വരെ ഈ ചരട് ദ്രവിച്ച് തീരുന്നത് വരെ നമുക്കൊരു കുട്ടിയുടെ പ്രായം ദിവസങ്ങളുടെ കൃത്യതയോടെ പറയാൻ ഈ 28 മതി. അപ്പം 28 കെട്ടുന്ന ഒരു അന്ധവിശ്വാസമല്ല. ശരിയോ? 28 കെട്ടുന്ന സമ്പ്രദായം വന്നത് ഒരാവശ്യത്തിൽ നിന്നാണ്. കലണ്ടർ ഇല്ലാത്ത കാലത്തിന്റെ ആവശ്യം. ഇപ്പം അതൊരു അനാചാരമാണ്. കാരണം എന്താ? നമ്മുടെ ഒക്കെ വീട്ടിൽ കലണ്ടറുണ്ട്. കുട്ടി ജനിച്ച ഡേറ്റ് നോക്കിയാൽ മതി.
ഡേറ്റും മാസം അറിയാമെങ്കിൽ ജനിച്ചിട്ട് എത്ര ദിവസമായെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. മണിക്കൂറും മിനിറ്റും പറയാൻ പറ്റും. വേണമെങ്കിൽ ക്ലോക്ക് കൂടെ നോക്കിയാൽ മതി. അത്രയും സൗകര്യങ്ങൾ സയൻസ് നമുക്ക് തന്നിട്ടും നമ്മളിപ്പോഴും ചരട് കെട്ടുന്നുണ്ടെങ്കിൽ അതൊരു അനാചാരമാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആർക്കും ഉപദ്രവമില്ലാത്തൊരു അനാചാരമാണ് അല്ലേ? ഉപദ്രവങ്ങളില്ലാത്ത അനാചാരങ്ങൾ. നമുക്കൊന്ന് പായസം വെച്ച് കുടിക്കാം, അല്ലെ ഒന്നാമത് സദ്യ നടത്താം, കുട്ടിയുടെ 28 എല്ലാവരും വരണം അല്ലേ, ബന്ധുക്കളെല്ലാം കൂടുക, രസമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചില അനാചാരങ്ങളെ എതിർക്കണം സാമൂഹ്യ വിരുദ്ധമാണെങ്കിൽ. അല്ലാത്ത അനാചാരങ്ങളെ എതിർക്കാൻ പോകരുത്. അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെയും അഭിപ്രായം ഇതായിരിക്കണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. ശരി, എന്തായാലും അങ്ങനെ 2-3 ആവശ്യമായി. ഇപ്പോൾ എന്താണ്? ദിക്കറിയണം, അല്ല സമയം അറിയണം, ദിക്കറിയണം, അതേപോലെ ദീന അറിയണം, കാലം ഗണിക്കണം. ഇനിയോ കൃഷിക്കാരന് ഈ നക്ഷത്ര നിരീക്ഷണം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ട്. അവനാണ് ഞാറ്റുവേല. ചന്ദ്രൻ ഈ നാളിൽ കൂടെ ഇങ്ങനെ പോകും പോലെ തന്നെ സൂര്യനും പോകുന്നു എന്നാണ് പണ്ടത്തെ ജ്യോതിഷികൾ കണ്ടത്. സൂര്യൻ ശരിക്കും പോകുന്നതല്ല, ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന തോന്നലാണ്. എന്തോ ആയിക്കോട്ടെ, നക്ഷത്രങ്ങളിലൂടെ സൂര്യൻ കടന്നു പോകും. ഇതാണ് അവരുടെ അറിവ്. അപ്പോൾ അശ്വതിയിൽ സൂര്യൻ 13 ചില്ലുവാനും ദിവസം ഉണ്ടാവും. അശ്വതിയിൽ ചന്ദ്രൻ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ, സൂര്യൻ 13 ചില്ലുവാനും ദിവസം ഉണ്ടാവും. ആ കാലത്തെ നമ്മൾ അശ്വതി ഞാറ്റുവേല എന്ന് പറയും. ഞായറുള്ള വേള, സൂര്യനുള്ള കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. സൂര്യൻ ഒരു നക്ഷത്രത്തിലുള്ള കാലത്തെയാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഭരണി ഞാറ്റുവേല, അതും ഉണ്ടാവും 2 ആഴ്ചയോളം. കാർത്തിക ഞാറ്റുവേല, രോഹിണി ഞാറ്റുവേല, മകീര ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല, ഇങ്ങനെ 27 ഞാറ്റുവേല കഴിഞ്ഞാൽ ഒരു കൊല്ലം പൂർത്തിയായി. ഒരു കൊല്ലം കൊണ്ടാണല്ലോ സൂര്യൻ ഭൂമിയെ ഒന്ന് ചുറ്റിയ പഴയ കണക്കിൽ. അപ്പോൾ 27 ഞാറ്റുവേലയാണ് ഒരു കൊല്ലം. ഇത് വളരെ കൃത്യമായ കാലഗണനയാണ്. എല്ലാം കൂടെ കൂട്ടിയാൽ 365 ദിവസം ഉണ്ടാവും. അപ്പോൾ അത് ഇന്ത്യൻ ജ്യോതിഷികളുടെ, ഇതെല്ലാം ഞാനീ പറഞ്ഞ ഒക്കെ ഇന്ത്യൻ ജ്യോതിഷാണ്. ഏത് ഈ ആദ്യം പറഞ്ഞ 2 ഒഴികെ. ദിക്കറിയലും സമയം അളക്കലും എല്ലാവർക്കും വേണം, ലോകം മുഴുവനുണ്ട്. പക്ഷേ ഈ നാളും ഞാറ്റുവേലയെ ഇന്ത്യക്കാരുടെയാണ്. നമ്മുടെ ഇവിടെ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് അത് പോയത്. ഇത് അറേബ്യയിലേക്ക് ഏറെക്കാലത്തിന് ശേഷമാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അതിനെ അവർ മനാസിലുകൾ എന്നാണ് വിളിച്ചത്. ജന്മ നക്ഷത്രങ്ങളെ അവർ മനാസിൽ എന്ന് വിളിച്ചു. ചൈനയിലെത്തിയപ്പോൾ അവരിനെ ഷ്യൂസ് എന്ന് വിളിച്ചു. അങ്ങനെ ഷ്യൂസും മനാസിലും ഒക്കെ ഇന്ത്യയിൽ നിന്ന് പോയതാണ്. ഇതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ആദ്യകാല ചരിത്രം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ആരും അന്ന് ജാതകം നോക്കിയിരുന്നില്ല കല്യാണത്തിന്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രാചീന കാലത്ത് ഒരു കല്യാണത്തിനും ആരും ജാതകം നോക്കിയത് ഒരു പുരാണത്തിലും നമ്മൾ കാണില്ല. രാമൻ സീതയെ കല്യാണം കഴിച്ചത് അമ്പ ചെയ്ത് മത്സരത്തിൽ ജയിച്ചിട്ടാണ്, ജാതകം നോക്കിയിട്ട് ഒത്തിട്ടല്ല. ശ്രീകൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോയപ്പോഴും അല്ലേ തേരിലേറ്റി കൊണ്ടുപോയതാണ് അർജുനന്റെ ഒക്കെ സഹായത്തോടെ. ആരും അവളുടെ ജാതകം കൃഷ്ണന്റെ ജാതകമായിട്ട് ചേരുമോ എന്ന് നോക്കിയിട്ടില്ല. ഒരു കല്യാണം പോലും ജാതകം നോക്കി കാണില്ല. ഒരു പുരാണത്തിലും ഒരു ഇതിഹാസത്തിലും അത് കാണില്ല. കാരണം അന്നതിവിടെ ഇല്ല. അത് ഇന്ത്യൻ അല്ല. ഈ ജാതകം പൊരുത്തം നോക്കുന്ന പരിപാടിയൊന്നും ഇന്ത്യൻ അല്ല. ശരിയല്ലേ? നമ്മൾ ജ്യോതിഷം ഉണ്ടാക്കിയത് നമ്മുടെ സാമൂഹ്യ ആവശ്യങ്ങൾക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്കാണ്. BC 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഋഗ്വേദം. ആ ഋഗ്വേദത്തിൽ 27 ജന്മനക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഋഗ്വേദ രചനയ്ക്ക് ഏതാണ്ട് 3-4 നൂറ്റാണ്ട് കഴിഞ്ഞാണ് ജ്യോതിശാസ്ത്രത്തിന് മാത്രമായിട്ട് ഇന്ത്യയിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. പുസ്തകം എഴുതിയെന്ന് പറഞ്ഞുകൂടാ, ശ്രുതിയായിട്ടാണ് തലമുറ കൈമാറിയത്. അതാണ് ലഗധമുനിയുടെ വേദാംഗ ജ്യോതിഷം. ലഗധമുനിയുടെ വേദാംഗ ജ്യോതിഷത്തിൽ അന്നത്തെ നമ്മുടെ ജ്യോതിശാസ്ത്ര വിജ്ഞാനം മുഴുവൻ കാണാം. എന്തൊക്കെയാ? എങ്ങനെയാണ് നക്ഷത്രം കണക്കാക്കുക, ജന്മനക്ഷത്രം, എങ്ങനെയാണ് ഞാറ്റുവേല കണക്കാക്കുക, എങ്ങനെയാണ് കൊല്ലത്തിൻ്റെ നീളം കണക്കാക്കുക. കാരണം അന്നത്തെ പലതരം മാസങ്ങളുണ്ട്. 27 1/3 ദിവസം വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ മാസമുണ്ട്.
ഇതുകൂടാതെ പൂർണ്ണയന്ത്രം മുതൽ അടുത്ത പൂർണ്ണയന്ത്രം വരെ 29 ദിവസം വരുന്ന ചന്ദ്രമാസമുണ്ട്. 29, 30, 29, 30 എന്നിങ്ങനെ മാറി മാറി എടുക്കും. അതുകൂടാതെ തിഥി സൂര്യനും ചന്ദ്രനുമായിട്ട് 12 ഡിഗ്രി അകലാൻ വേണ്ട കാലം, അതാണ് ഒരു തിഥി എന്ന് പറയുന്നത്. അങ്ങനത്തെ 30 തിഥി ചേർന്ന മാസങ്ങളുണ്ട്. അങ്ങനെ 2-3 തരം മാസങ്ങളുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ അന്ന് ഇത് എന്താ എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്താ വേണ്ടത്, ഏതാണ് നമുക്ക് സ്വീകാര്യം എന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് എല്ലാം ഇരിക്കട്ടെ, എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 3 തരം മാസങ്ങൾ കാണാം. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കൊല്ലം 29 ദിവസം വീതമുള്ള കൊല്ലം ഉണ്ടല്ലോ, 29, 30 മാറി മാറി എടുക്കുന്നത്. അതാണ് ഇപ്പോഴും അറബികളുടെ മാസം, വർഷം. അറേബ്യൻ വർഷത്തിന് 354 ദിവസമേ ഉള്ളൂ. കാരണം അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത് ചന്ദ്രമാസത്തെയാണ്. അതുകൊണ്ടാണ് ഈ പെരുന്നാളും നോമ്പും ഒക്കെ നേരത്തെ ആകുന്നത്. ഓരോ കൊല്ലം 11 ദിവസം നേരത്തെ ആവും. കാരണം 354 ദിവസം കഴിയുമ്പോൾ കൊല്ലം തീർന്നു. അപ്പം വീണ്ടും പഴയ മാസം തുടങ്ങും. അങ്ങനെ 11 ദിവസം 3 കൊല്ലം കഴിഞ്ഞാൽ 12 ദിവസം 4-ാം കൊല്ലം. കാരണം 365 ദിവസം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വർഷത്തിലെ എല്ലാ മാസങ്ങളിലൂടെയും നോമ്പും പെരുന്നാളും ഒക്കെ കടന്നു പോകുന്നത് കാണാം. അവർക്കത് പറ്റും. കാരണം അവരൊരു കാർഷിക രാജ്യമല്ല, അവർ കച്ചവടം കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്. കാർഷിക രാജ്യങ്ങൾക്ക് അത്തരം കലണ്ടർ കൊണ്ട് ഒരു കാര്യമില്ല. കാലാവസ്ഥ ആവർത്തിക്കുന്നത് ആ കലണ്ടർ അനുസരിച്ചല്ല, 365 ദിവസത്തിൻ്റെ സൗര കലണ്ടർ ഉപയോഗിച്ച് അനുസരിച്ചാണ്. അപ്പം അതിന് പറ്റുന്ന വിധത്തിൽ മാറ്റണം. നമ്മുടെ ലഗധമുനി എന്താ ചെയ്തതെന്നറിയോ? അല്ലെങ്കിൽ ലഗധമുനിയുടെ കാലത്ത് ജീവിച്ചിരുന്നവർ, ലഗധമുനി ചെയ്താണെന്നൊന്നും പറയാൻ പറ്റില്ല. 5 കൊല്ലമുള്ള ഒരു യുഗം, പഞ്ചവർഷ യുഗം സങ്കല്പിച്ചു. അതിൽ ഓരോ 2.5 കൊല്ലം കൂടുമ്പോഴും ഓരോ അധിക മാസം കൂട്ടിച്ചേർക്കും. ഒരു മാസം കൂടുതൽ ചേർക്കും. അപ്പം ചില കൊല്ലത്തിന് 5 കൊല്ലത്തിൽ 2 കൊല്ലത്തിന് 13 മാസം വീതം ഉണ്ടാവും. അങ്ങനെ ഈ 13 മാസമൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ കാലാവസ്ഥയും മാസവും ഈ വർഷവും തമ്മിൽ ഒന്നിച്ച് കൊണ്ടുപോയത്. അങ്ങനത്തെ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്, വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ. ഇതൊന്നും ആരുടെയും ഈ ദിവ്യദൃഷ്ടി കൊണ്ടൊന്നും വന്നതല്ല. ഇതൊക്കെ തന്നെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെറ്റാണെന്ന് കണ്ടാൽ തിരുത്തി ഒക്കെ ഉണ്ടാക്കിയെടുത്ത മനോഹരമായൊരു കലണ്ടറാണ്. ആ കലണ്ടറാണ് ഇന്ത്യയിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രം വളരെ വളരെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. ബാബിലോണിയൻ ജ്യോതിഷത്തോടൊപ്പം നിൽക്കുന്ന ജ്യോതിഷമായിരുന്നു ഇന്ത്യയിൽ. അതിനുശേഷമാണ് ഗ്രീക്കുകാരൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. ആദ്യകാലത്തെ മുന്നേറ്റം ഉണ്ടാക്കിയ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയും ഒന്ന് ബാബിലോണിയാണ്. ചൈന ഈ ഉണ്ട്, പക്ഷെ എത്രമാത്രം ഉണ്ടെന്ന് കൃത്യം അറിയില്ല. ഇതാണ് ഈ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ കഥ. ഇനി നമ്മളിതൊക്കെ ചെയ്യുന്ന കാലത്ത് ബാബിലോണിയക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ നേരിട്ട് തന്നെ സൂര്യനെയാണ് നിരീക്ഷിച്ചത്, ചന്ദ്രനെ അല്ല. സൂര്യൻ ആകാശത്തൂടെ ഭൂമിയെ ചുറ്റുന്നു ഒരു കൊല്ലം കൊണ്ട്. അങ്ങനെ പോകുന്ന വഴിയെ അവർ 12 രാശികളാക്കി ഭാഗിച്ചു. 30 ഡിഗ്രി വീതമുള്ള 12 രാശികൾ. 360 ഡിഗ്രിയാണല്ലോ വൃത്തം. 18 ഡിഗ്രി ആകാശത്തിൽ വീതിയുള്ള ഒരു നാട പോലെ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ഭൂമിക്ക് ചുറ്റും ആണ് രാശിചക്രം കിടക്കുന്നത്. 18 ഡിഗ്രി വീതി എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ സൂര്യൻ മാത്രമല്ല, ഗ്രഹങ്ങളും അതിൻ്റെ ഉള്ളിൽ പെടണം. അതുകൊണ്ടാണ് അറിയപ്പെടുന്ന ഗ്രഹങ്ങളും കൂടി അതിൻ്റെ ഉള്ളിൽ പെടണം. അതുകൊണ്ട് 18 ഡിഗ്രി വീതിയുള്ളൊരു നാട പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും. അപ്പോൾ അതിലൂടെ സൂര്യൻ പോകും ഒരു കൊല്ലം കൊണ്ട്. സൂര്യൻ മാത്രമല്ല, ചന്ദ്രൻ പോവും 27 ദിവസം കൊണ്ട് ഭൂമി ഒന്ന് ചുറ്റും. ബുധനും ശുക്രനും സൂര്യൻ്റെ ഒപ്പമായിരിക്കും. അതുകൊണ്ട് ഏതാണ്ട് ഒരു കൊല്ലം തന്നെ. ചൊവ്വ 1.5 കൊല്ലം എടുക്കും ഒന്ന് ചുറ്റി വരാൻ. വ്യാഴം 12 കൊല്ലം എടുക്കും, അതാണ് വ്യാഴവട്ടം. പിന്നെ ശനി 30 കൊല്ലം എടുക്കും. പിന്നെ രാഹു കേതു എന്ന് പറയുന്ന 2 സാങ്കല്പിക സ്ഥാനങ്ങളും കൂടി ആകാശത്തുണ്ട്. അത് 18 കൊല്ലം എടുക്കും. രാഹു കേതു എന്താണെന്ന് വെച്ചാൽ, ഈ രാഹു കേതു 2 പാമ്പാണെന്നുള്ള സങ്കല്പം ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാർ ഇത്തരം പമ്പര വിഡ്ഢികളായിരുന്നു എന്നൊക്കെ ചിലപ്പം ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല.
ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് അറിയായിരുന്നു ഇതെന്താ സാധനമെന്ന്. പുരോഹിതന്മാരിതിനെ പാമ്പാക്കി. അതിങ്ങനെ ഇടയ്ക്ക് വന്ന് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ വിഴുങ്ങുന്നതാണ് ഗ്രഹണം. ആ സമയത്ത് മന്ത്രം ചൊല്ലണം പുരോഹിതന്മാര്. അങ്ങനെയാണ് കടി വിട്ടുപോകും പാമ്പ്. ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കിയാൽ അത് അവരുടെ വരുമാനത്തിന് വേണ്ടിയാണ്. ഒരു ഗ്രഹണം കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനം കിട്ടും. കാരണം അവർ ചൊല്ലുന്ന മന്ത്രത്തിനൊക്കെ പ്രതിഫലം വേണമല്ലോ. പശുക്കളെയും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ കിട്ടും. അത് പുരോഹിതരുടെ വരുമാനത്തിന്. ജ്യോതിശാസ്ത്രജ്ഞർക്ക് അറിയാതെ എന്താണെന്ന്. സൂര്യനെ ഭൂമിയെ സൂര്യൻ ചുറ്റുന്ന പോലെ തോന്നുന്ന ഒരു പദം, അതിനെ ക്രാന്തിപഥം, അതാണ് രാശിചക്രം. പിന്നെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന പദം. ഈ രണ്ട് പദം തമ്മിൽ ഒരു ചെറിയ ചെരിവുണ്ട്. ഒരേ വസ്തുവിടെ രണ്ട് പോകുന്നുവെങ്കിലും രണ്ടും തമ്മിൽ 5 ഡിഗ്രി 7 മിനിറ്റിന്റെ ചെരിവുണ്ട്. അതുകൊണ്ട് തമ്മിൽ അന്യോന്യം കടന്നു പോകും ഭൂമിയുടെ ഇരുവശത്തായി. ചന്ദ്രന്റെ പഥവും സൂര്യന്റെ പഥവും ക്രോസ് ചെയ്യുന്ന 2 സ്ഥാനങ്ങൾ ഭൂമിയുടെ ഇരുവശത്തായിട്ടുണ്ട്. ആ സ്ഥാനങ്ങളാണ് രാഹുവും കേതുവും. ആ സ്ഥാനങ്ങളിൽ സൂര്യചന്ദ്രന്മാർ അപൂർവം ചിലപ്പോൾ ഒന്നിച്ചെത്തും. ഒരു മാസത്തിൽ ഓരോ തവണ ചന്ദ്രൻ കടന്നു പോകും ആ വഴിക്ക്. നേരെ സൂര്യൻ ഉണ്ടാവില്ല. ഒരു കൊല്ലം 2 തവണ സൂര്യൻ കടന്നു പോകും. ഇപ്പം ചന്ദ്രൻ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അപൂർവം ചിലപ്പോൾ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചവിടെ എത്തും. അങ്ങനെ ഒന്നിച്ചെത്തിക്കഴിഞ്ഞാൽ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കും. അപ്പം സൂര്യഗ്രഹണം ഉണ്ടാവും. രാഹുവിൽ സൂര്യനും ചന്ദ്രനും കൂടി വന്നാൽ സൂര്യഗ്രഹണം ഉണ്ടാവും. കേതുവിൽ സൂര്യനും ചന്ദ്രനും കൂടി വന്നാലും സൂര്യഗ്രഹണം ഉണ്ടാവും. രാഹുവിൽ സൂര്യനും കേതുവിൽ ചന്ദ്രനും വന്നാൽ നടുക്ക് ഭൂമിയായിരിക്കും, ചന്ദ്രഗ്രഹണമായിരിക്കും. തിരിച്ച് കേതുവിൽ സൂര്യനും രാഹുവിൽ ചന്ദ്രനും വന്നാലും ചന്ദ്രഗ്രഹണമായിരിക്കും. അങ്ങനെ സൂര്യഗ്രഹണം 2 വിധത്തിലുണ്ടാകാം, ചന്ദ്രഗ്രഹണം 2 വിധത്തിലുണ്ടാകാം. ഇത് വളരെ സുന്ദരമായിട്ട് ആര്യഭട്ടൻ പറയുന്നുണ്ട്. എന്താണ് രാഹു കേതു, എങ്ങനെയാ ഗ്രഹണം ഉണ്ടാകുന്നത് എന്ന് ആദ്യമായിട്ട് ഉറക്കെ പറഞ്ഞ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭട്ടനാണ്. അതുകൊണ്ട് ആര്യഭട്ടനെ ഇന്ത്യൻ ജ്യോതിഷികൾക്ക് കണ്ടുകൂടായിരുന്നു. നമ്മുടെ പുരോഹിത വർഗം അദ്ദേഹത്തെ തമസ്കരിച്ചു. അദ്ദേഹത്തെ പിന്നെ നമ്മൾ അറിയുന്നത് യൂറോപ്പിൽ നിന്നാണ്. ആര്യഭട്ടനെ ഇപ്പോൾ പൊക്കി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പലരും ഉണ്ടല്ലോ. ആര്യഭട്ടൻ ഇന്ത്യക്കാർക്ക് വേണ്ടായിരുന്നു എന്നുള്ള സത്യം അറിയണം. തമസ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിലെ യൂറോപ്യരാണ് കണ്ടെത്തിയത് ആര്യഭട്ടനെ. ആര്യഭട്ടന്റെ ശിഷ്യന്മാർ കേരളത്തിലുണ്ടായിരുന്നു അന്നേ. കേരളീയ ജ്യോതിഷം ആര്യഭട്ട ശിഷ്യന്മാരുടേതാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, കാരണം അത് ശുദ്ധശാസ്ത്രമാണ്. എന്തായാലും ആകാശത്ത് ഇങ്ങനെ ഈ നവഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെ ഗ്രഹം? നമ്മുടെ ഇന്നത്തെ ഗ്രഹങ്ങൾ 5 അതിൽ പെടുള്ളൂ. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഇത്രയും വെറും കണ്ടുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. ഇതുകൂടാതെ 2 ഗ്രഹങ്ങൾ കൂടിയിട്ട്, അത് സൂര്യനും ചന്ദ്രനുമാണ്. അന്നത്തെ കാലത്ത് അതിനെ ഗ്രഹമായിട്ടാണ് കണക്കാക്കിയത്. ഭൂമിയെ ചുറ്റുകയാണെന്നാണ്. അതുകൂടാതെ ഇന്ത്യക്കാർക്ക് 2 സ്പെഷ്യൽ ഗ്രഹങ്ങളുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഹുവും കേതു. ഇതാണ് നമ്മുടെ നവഗ്രഹം. അതിൽ 7 വെച്ചാണ് ബാബിലോണക്കാർ തുടങ്ങിയത്. രാഹുവും കേതു അവർക്കില്ല. അപ്പൊ സൂര്യനോടൊപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ചുറ്റും അതിങ്ങനെ ചില ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു കുഞ്ഞു ജനിക്കുമ്പം ഈ ഗ്രഹങ്ങളൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് കുറിച്ച് വെക്കും. അങ്ങനെ കുറിച്ച് വെക്കുന്നതിനെയാണ് ഗ്രഹനില എന്ന് പറയുക. ജാതകം എഴുതുന്ന പരിപാടിയൊന്നും നമ്മളല്ല കേട്ടോ തുടങ്ങിയത്. അത് ബാബിലോണിയയിൽ തന്നെയുള്ള കാൽദിയ എന്ന് പറയുന്ന പ്രദേശത്തെ കാൽദിയൻ ജ്യോത്സ്യന്മാരാണ് തുടങ്ങിയത് ആദ്യമായിട്ട് ജാതകം എഴുതുന്ന രീതി. BC 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആ ഭാഗങ്ങളിൽ ഈ ഗ്രഹനില എഴുതുന്ന പരിപാടി, അത് വെച്ച് പ്രായം ഗണിക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലൊന്നും അത് എത്തിയിട്ടേ ഇല്ലാന്ന്. എന്താ ഇത് കൊണ്ട് എങ്ങനെയാ പ്രായം ഗണിക്കുക എന്നറിയോ? വളരെ സിമ്പിളാണ്. നമ്മുടെ ആകാശത്തെ സൂര്യൻ പോകുന്ന വഴിയെ നമ്മൾ ക്ലോക്കിന്റെ ഡയലായിട്ട് ചിത്രീകരിക്കും. ഒരു ക്ലോക്കിൽ 12 അക്കമുണ്ട്. 1, 2 മുതൽ 12 അക്കമുണ്ട്. ആകാശ ക്ലോക്കിൽ 12 ചിത്രങ്ങളുണ്ട്, നക്ഷത്ര ചിത്രങ്ങൾ. അതാണ് രാശികൾ. ഒരു രാശിയിൽ ഒരു ചെമ്മരിയാടിന്റെ ചിത്രമുണ്ട്. മേടം അല്ലെങ്കിൽ മേഷം. മേഷത്തെ മലയാളികളാണ് മേടമാക്കിയത്. മേഷം എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടെന്ന് അർത്ഥം. ഏരിസ്. ഇടവം
ഋഷഭമാണ് കാള, ടോറസ്. ജെമിനി എന്ന് പറയുന്നത് മിഥുനമാണ്, ഇരട്ടകൾ. ഇതൊക്കെ രൂപങ്ങളാണ്. ഒരു കാളയുടെ രൂപം, ഒരാടിൻ്റെ രൂപം, ഒരു ഇരട്ട പിറന്ന 2 സഹോദരന്മാരുടെ രൂപം. മിഥുനം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്, ക്യാൻസർ. ചിങ്ങം എന്ന് പറഞ്ഞാൽ സിംഹമാണ്, ലിയോ അല്ലെങ്കിൽ ലയൺ. കന്നി എന്ന് പറഞ്ഞാൽ കന്യകയാണ്, വേഗോ അല്ലെങ്കിൽ വെർജിൻ. തുലാം എന്ന് പറഞ്ഞാൽ തുലാസാണ്, ലിബ്ര. വൃശ്ചികം എന്ന് പറഞ്ഞാൽ തേളാണ്, സ്കോർപ്പിയോ. ധനു എന്ന് പറഞ്ഞാൽ ധനുസാണ്, വില്ല്. മകരം എന്ന് പറഞ്ഞാൽ മകര മത്സ്യമാണ്. കുംഭം എന്ന് പറഞ്ഞാൽ കുടമാണ്. മീനം എന്ന് പറഞ്ഞാൽ മീനാണ്, 2 മത്സ്യങ്ങൾ. നിങ്ങൾക്ക് മറ്റേ ഈ ജ്യോതിഷ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ 12 ചിത്രവും കാണാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൊണ്ട് നമ്മൾ സങ്കല്പിച്ച രൂപങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണ് ഈ രാശികൾക്കെല്ലാം പേരിടുന്നത്. സൂര്യൻ ഈ രാശികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു രാശിയിൽ 1 മാസം ഉണ്ടാവും. 12 രാശി കിടക്കണേ 1 കൊല്ലം വേണം. സൂര്യൻ ഏത് രാശിയിലാണോ ഉള്ളത് ആ രാശിയുടെ പേരായിരിക്കും ആ മാസത്തിന്. ഇതിപ്പോൾ ഏത് മാസാ? കുംഭത്തിയോ? ഇത് വായിക്കട്ടെ. മകരമാണെങ്കിൽ മകരം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു ഈ മാസം മുഴുവൻ അവിടെ. അത് കഴിഞ്ഞാൽ കുംഭൻ രാശിയിലേക്ക് കിടക്കും. ഇങ്ങനെ കിടക്കുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുക. സംക്രാന്തി എന്ന് പറയാൻ വിഷമമുള്ളവർ സംക്രാന്തി എന്നും പറയും. അതാണ് ഈ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് കിടക്കുന്നു. അതാണ് സംക്രാന്തി. അങ്ങനെ 12 സംക്രാന്തികളിലൂടെ 12 രാശികളിലൂടെ സൂര്യൻ കടന്നുപോകും. ഇതാണ് മാസം എന്ന് പറയുന്ന ആശയം. ഇത് ബാബിലോണിയക്കാരുടെ സൃഷ്ടിയാണ്. നമ്മളൊരു ഭാഗത്തുനിന്ന് ചന്ദ്രനെ നോക്കിയിട്ട് നക്ഷത്രവും ഞാറ്റുവേലയും തീരുമാനിച്ചപ്പം അവര് സൂര്യനെ നോക്കിയിട്ട് രാശികളും മാസവും തീരുമാനിച്ചു. ഇത്രയുള്ള വ്യത്യാസം. നമ്മുടെ എല്ലാ ഇതിലേക്കും പിന്നീട് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന കാണാം. ഇന്ത്യക്കാരുടെ സ്വന്തമായി തന്നെ. ഉദാഹരണത്തിന് നമ്മുടെ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് നല്ലതും ചീത്തയും ഒക്കെ ആയത്. ചില നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് ഭയങ്കര ചീത്തപ്പേരാവോ, ഈ പിറക്കാൻ കണ്ട ഒരു നക്ഷത്രം അച്ഛന് കാലുമായിട്ട് ഇതാ വന്നിരിക്കുന്നു എന്നൊക്കെ പറയും. ചില നക്ഷത്രങ്ങൾക്ക് കാലുണ്ട്, നടക്കുന്ന കാലല്ല, 1/4 1/4 എന്നുള്ള കാല്. അപ്പോൾ ഒരു നക്ഷത്രം ഉദാഹരണത്തിന് പൂയത്തിന് 4 കാല. തനിക്ക് കാല്, അമ്മയ്ക്ക് കാല്, അമ്മാവന് കാല്, അച്ഛന് കാല് എന്ന് പറഞ്ഞാൽ ഈ പൂയം നക്ഷത്രം 24 മണിക്കൂർ. അതിൻ്റെ ആദ്യത്തെ 6 മണിക്കൂർ ആദ്യത്തെ കാൽ. ആ കാലിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് ആപത്തുണ്ടാവും. അടുത്ത കാലിലാണ് ജനിക്കുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയ്ക്കായിരിക്കും ആപത്ത്. പിന്നത്തെ കാൽ അമ്മാവനെ, അവസാനത്തെ കാൽ അച്ഛൻ. ഇതാണ് 4 കൊണ്ടേ പൂയം പോവുള്ളൂ എന്നാണ്. ആയില്യത്തിനുണ്ട് കാല്. എന്താ ഈ 2 നക്ഷത്രങ്ങൾക്ക് ഇങ്ങനെ കാലുണ്ടാകാൻ കാരണം? ഈ 2 നക്ഷത്രങ്ങൾ ഞാറ്റുവേലകളായിട്ട് വരുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസം ഇന്നത്തെ കർക്കിടകമല്ല, പണ്ടത്തെ കർക്കിടകം, പഞ്ഞക്കർക്കിടകം. പട്ടിണി കൊണ്ട് മനുഷ്യർ മരിക്കുന്ന കർക്കിടകം, താളും തകരയും തിന്ന് ജീവിക്കുന്ന കർക്കിടകം. അന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ആർക്കും ഇഷ്ടമില്ല. പലപ്പോഴും കുഞ്ഞ് ചാവിള്ളയായിട്ടാരും ജനിക്കുക. കാരണം ആരോഗ്യമില്ലാത്ത അമ്മയാണ് പ്രസവിക്കുന്നത്. ചിലപ്പോൾ അമ്മയും മരിക്കും. അങ്ങനെയായി കാലുണ്ടായത്. ശരിയല്ലേ? പൂയം ഞാറ്റുവേല വരുന്നത് കർക്കിടകത്തിലാണ്. അത് പഞ്ഞമാസമാണ്, പട്ടിണിയാണ്. കുഞ്ഞ് പിറന്നാൽ കുഞ്ഞ് മരിക്കുക, അമ്മ മരിക്കാം. ഒരുപാട് പകർച്ചവ്യാധികളൊക്കെ ഉള്ള കാലമാണ്. അമ്മാവൻ മരിക്കുക, അച്ഛൻ മരിക്കുക, ആരും മരിക്കും. അങ്ങനെ മരണത്തിൻ്റെ അടയാളമായ ഈ പൂയം പാവം നക്ഷത്രം ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ്. ഒരു ഓപ്പൺ ക്ലസ്റ്റർ എന്ന് പറയും. ഒരു കൂട്ടം നക്ഷത്രങ്ങൾ ആകാശത്ത് ഒന്നിച്ച് നിൽക്കുകയാണ്. ഒരു നക്ഷത്രമൊന്നുമല്ല. നക്ഷത്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ജന്മിത്വത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. മനസ്സിലല്ലേ? ജന്മിത്വം നിലനിന്ന കാലത്ത് ജന്മിയുടെ പത്തായത്തിലേ നെല്ലുണ്ടാവുള്ളൂ. പാവങ്ങൾ പട്ടിണിയാണ്. അതുകൊണ്ട് അത് കാലുള്ള നക്ഷത്രമായി. നക്ഷത്രത്തെ എങ്ങനെയാണ് നമ്മൾ ചീത്തയാക്കിയത്? അത് നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ പൂജാരികൾ, അല്ല നമ്മുടെ ഈ ജ്യോത്സ്യന്മാർ ചെയ്ത പണിയാണ്. വേറെ നാടുകളിലൊന്നും ഈ നക്ഷത്രത്തിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ കുഴപ്പമുള്ളൂ.
അപ്പൊ ഇതാണ് ഈ നക്ഷത്രങ്ങളുടെ നന്മ തിന്മയൊക്കെ വരാൻ. അതൊക്കെ കഴിഞ്ഞാൽ, ഈ പൂയം ആയില്യം കഴിഞ്ഞാൽ 2 ഞാറ്റുവേല കഴിയുമ്പോഴേക്കും കൊയ്ത്ത് തുടങ്ങും. ചിങ്ങമാസത്തിൽ കൊയ്ത്താണ്. അപ്പം പട്ടിണി തീർന്നു. ചിങ്ങമാസത്തിന്റെ 2 ഞാറ്റുവേല ഏതാണെന്നറിയോ? മകവും പൂരവും. 4 അസൽ നക്ഷത്രങ്ങൾ, ജനിക്കാൻ പറ്റിയ നക്ഷത്രങ്ങൾ. മകം പിറന്ന മങ്കയും പൂരം പിറന്ന പുരുഷനും ഉണ്ടായത് അങ്ങനെയാണ്. കാരണം അത് ചിങ്ങത്തിന്റെ അടയാളം. അപ്പൊ നക്ഷത്രങ്ങളുടെ നന്മ തിന്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്. ഒരു നക്ഷത്രവും നല്ലതുമല്ല ചീത്തയുമല്ല. അതെവിടെയോ പ്രകാശവർഷങ്ങൾ അകലെയാണ്. തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് വെളിച്ചം ഭൂമിയിലെത്തണേ 570 കൊല്ലെടുക്കും. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കാര്യം ഈ തിരുവാതിരക്കെങ്ങാൻ ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കാം, അതിന് മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് ചോദിച്ചാൽ, എന്നാൽ തന്നെ ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻ അവിടെ എത്തണേ 570 കൊല്ലം കഴിയും. പ്രകാശത്തേക്കാൾ വേഗത്തിൽ ഒന്നും സഞ്ചരിക്കില്ലല്ലോ. അപ്പോഴേക്ക് ഈ കുട്ടി ഉണ്ടാവില്ല, കുട്ടിയുടെ മക്കളും ഉണ്ടാവില്ല, മക്കളും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ അതിൻ്റെ ഒരു മണ്ടത്തരം മനസ്സിലാക്കണേ നമ്മളതിൻ്റെ സയൻസ് അറിയണം. നക്ഷത്രങ്ങളെല്ലാം പ്രകാശവർഷങ്ങൾ അകലെയാണ്. പൂയം നക്ഷത്രം 830ഓളം പ്രകാശവർഷം അകലെയാണ് കിടക്കുന്നത്. പൂയത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് വിചാരിച്ചു, കുഞ്ഞിന് എന്താ സംഭവിക്കുക? ഈ പൂയം എന്താ ചെയ്യുക? ഒന്നും അറിയില്ല. അതിൻ്റെ മുന്നിൽ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു കുട്ടി ജനിച്ചപ്പോൾ. അതുകൊണ്ട് അത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയും. അപ്പൊ ഇത്രയേ ഇതിനർത്ഥമുള്ളൂ. അപ്പൊ ഒരു അർത്ഥമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അവിടെയാണ് കപട വിശ്വാസം വരുന്നത്. മനസ്സിലല്ലേ? അവിടെയാണ് കാപട്യം വരുന്നത്. ബാക്കിയൊക്കെ ശരി. നിങ്ങൾക്ക് കാലം ഗണിക്കണോ? അസലായിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് കാലം ഗണിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ട ഇത് അന്ധവിശ്വാസമാക്കി മാറ്റിയിട്ട് ചൂഷണത്തിന് ഉപയോഗിക്കുമോ? അപ്പോഴാണത് കപടമായി മാറുന്നത്. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രാശിക്കും സംഭവിച്ചു. രാശിക്ക് എന്താ സംഭവിച്ചേ? അവര് രാശി ഉണ്ടാക്കി, രാശിയിൽ ഗ്രഹനില എഴുതി, ഗ്രഹനില വെച്ച് കാലം ഗണിക്കാൻ പറ്റും. പ്രായം എത്രയായിരുന്നു, എത്ര കൊല്ലം കഴിഞ്ഞും പറയാൻ പറ്റും. ഒരു കുട്ടി ജനിച്ചപ്പം ഗ്രഹനില കുറിച്ച് വെച്ചു. കുറെ കാലം കഴിഞ്ഞിട്ട് കുട്ടിയുടെ കല്യാണം വരുന്നു. എത്രയാ വയസ്സ്? എങ്ങനെ കണക്കാക്കുക? നമ്മൾ ഓരോരോ ഗ്രഹങ്ങളെ നോക്കും. ശനി അന്ന് നിന്നിരുന്നു എവിടെയാ, ഇപ്പൊ എവിടെ നിൽക്കുന്നു? എത്ര രാശി കടന്നു? ഒരു രാശി കിടക്കാൻ ശനിക്ക് 2.5 കൊല്ലം വേണം. 10 രാശി കടന്നിട്ടുണ്ടെങ്കിൽ 25 കൊല്ലായി കുട്ടി ജനിച്ചിട്ട്. ഇതാണ് അതിന്റെ കണക്ക്. വ്യാഴം ഒന്ന് ചുറ്റി വരാൻ 12 കൊല്ലം എടുക്കും. അന്ന് നിന്ന നക്ഷത്രം ഏതാണ്? ഇപ്പൊ ഏത് നക്ഷത്രം? ഇപ്പൊ ഏത് രാശിയിലെത്തി? അന്നത്തെ രാശി ഏത്, ഇപ്പോഴത്തെ രാശി ഏത്? അപ്പം വ്യാഴത്തിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ടാകും ചിലപ്പം. ആദ്യം ശനി നോക്കണം, പിന്നെ വ്യാഴം നോക്കണം. ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഗണന ഇവിടെ പറയുന്നില്ല. എളുപ്പമാണ്, ആർക്കും ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ളൊരു ഗണനമാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്പീഡ് അറിഞ്ഞാൽ മതി. വ്യാഴം ഒരു രാശി എടുക്കാൻ 2.5 കൊല്ലം, അല്ല ശനി 2.5 കൊല്ലം എടുക്കും. വ്യാഴം 1 കൊല്ലം എടുക്കും. ചൊവ്വ 1.5 കൊല്ലം എടുക്കും. ബുധനും ശുക്രനും സൂര്യനും ഒന്നിച്ചാണ് പോവുക. 1 കൊല്ലം, അല്ല 1 മാസം ഒരു രാശിയിലുണ്ടാവും. ചന്ദ്രൻ 2.25 ദിവസം ഒരു രാശിയിലുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ജനിച്ചപ്പോൾ എവിടെയൊക്കെയായി ഗ്രഹങ്ങൾ നിന്നത്, ഇപ്പം എവിടെ എത്തി എന്നും കൂടി നോക്കി കുട്ടിയുടെ പ്രായം ദിവസത്തിൻ്റെ കൃത്യതയോടെ ഗണിക്കാൻ ബാബിലോണിയക്കാർക്കും അറിയാമായിരുന്നു. നമ്മൾ നക്ഷത്രം നോക്കി ഗണിച്ച പോലെ. നമുക്ക് പക്ഷെ കുറച്ച് കാലം ഈ അരയിൽ ചരട് നിൽക്കുന്നിടത്തോളം കാലേ പറ്റുള്ളൂ. അവരതല്ല, അവരിത് കുറിച്ചു വെക്കും. 12 കള്ളിയാവും. ഇങ്ങനെ പട്ടത്തിൽ അവരെഴുതിയിരുന്നത്, നമ്മൾ കേരളീയർ ഇപ്പോൾ എഴുതുന്നത് ചതുരത്തിലാണ്. 12 കള്ളി വരച്ചിട്ട് രാ ഭൂ ഗു ഷൂ എന്നൊക്കെ എഴുതി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ജാതകത്തിൽ രാ എന്ന് പറഞ്ഞാൽ രവിയാണ്, സൂര്യന്റെ സ്ഥാനം. ഭൂ എന്ന് പറഞ്ഞാൽ ബുധനാണ്, ഷൂ ശുക്രനാണ്, കുജനാണ് ചൊവ്വ, ഗുരുവാണ് വ്യാഴം, ദേവഗുരുവായ ബൃഹസ്പതിയാണത്. മന്ദനാണ് ശനി. മന്ദൻ എന്നാണ്, പതുക്കെ പോകുന്നതുകൊണ്ടാണ് മന്ദൻ എന്നാണ് ജ്യോതിഷത്തിൽ പറയുക. സാശി എന്ന് പറഞ്ഞാൽ സർപ്പവും ശിഖിയും രാഹുവും കേതു. അങ്ങനെ 7 ഗ്രഹങ്ങളുടെ സ്ഥാനം കുറിച്ച് വെച്ചാൽ ജാതകമായി, ഗ്രഹനിലയായി. ഇനി അത് വെച്ചിട്ട് കുട്ടിയുടെ പ്രായം, കുട്ടിയുടെ കല്യാണ സമയത്ത് കണക്കാക്കാം, കുട്ടി മരിക്കുമ്പോൾ കണക്കാക്കാം. അല്ല രാജാവാണെങ്കിൽ പട്ടാഭിഷേക സമയത്ത് കണക്കാക്കാം. എന്നിട്ട് വേണേ 50-ാം വാർഷികമോ 75-ാം വാർഷികമോ ഏത് വേണേലും ആഘോഷിക്കാം. എല്ലാ ഗണനവും അന്ന് നടത്തിയിരുന്നത് ഗ്രഹനില വെച്ചായിരുന്നു. ഇതാണ് ഈ ആകാശ നിരീക്ഷണത്തിന്റെ അന്നത്തെ ആവശ്യം. അന്ന് ജ്യോതിശാസ്ത്രം ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഈ കാൽദിയൻ ജ്യോതിഷികൾ അതിനെ പതുക്കെ അന്ധവിശ്വാസമാക്കി മാറ്റി, വരുമാനത്തിനുള്ള ഒരു മാർഗമാക്കി മാറ്റി. നിങ്ങൾ ജനിച്ചപ്പം
ചില ഗ്രഹങ്ങൾ എവിടെ നിന്നിരുന്നു അത് നിങ്ങളുടെ ഭാവിയുടെ സൂചകമാണെന്ന് അവർ പറയാൻ തുടങ്ങി. പ്രത്യേകിച്ചും ആളുകൾ ഇത് വിശ്വസിക്കാൻ തുടങ്ങി ഏത് കാലത്താണെന്നറിയോ? പേർഷ്യയിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായി, രാജ്യത്തിൻ്റെ അധപ്പതനം തുടങ്ങി. അധപ്പതനം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പട്ടിണി വരുമ്പോഴാണല്ലോ നമ്മൾ അന്ധവിശ്വാസം കൂടുക. ദാരിദ്ര്യമില്ലാത്ത രാജ്യത്തൊന്നും അന്ധവിശ്വാസമില്ല. നിങ്ങൾ സ്വീഡനെ നോക്കൂ, നോർവേ നോക്കൂ, അവിടെ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയും അറിയാം, ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇല്ലായിക്കോട്ടെ, ഇത്രയേ ഉള്ളൂ അവർക്ക്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രശ്നമല്ല എന്ന് സ്വീഡൻകാരും ബാബിലോണിയൊക്കെ പറയും. നമ്മുടെ പണ്ട് ബുദ്ധൻ പറഞ്ഞത് തന്നെയാണ്. ബുദ്ധനോട് ശിഷ്യന്മാർ വീണ്ടും വീണ്ടും പല പ്രാവശ്യം ചോദിച്ചു, മിണ്ടൂല. ഒടുവിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും, നിങ്ങൾ നോക്കണ്ട. അല്ലേ? നിങ്ങളെ ആശ്രയിച്ചല്ല ദൈവം നിലനിൽക്കുന്നത്. ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പാട്ടിന് വിട്ടിട്ട് നിങ്ങൾ മറ്റു മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കൂ എന്ന് പറഞ്ഞ ബുദ്ധൻ. ആ ചിന്ത ഇന്ന് യൂറോപ്പിലുള്ളത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്. അവർ ദൈവവിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലാന്ന് ചോദിച്ചാൽ അല്ലേന്ന് ചോദിച്ചാൽ അല്ല. മനസ്സിലല്ലേ? അവർ പക്ഷേ പള്ളിയിൽ പോവും. എപ്പോഴും കുട്ടി ജനിച്ചാൽ മാമോദിസയ്ക്ക് പള്ളിയിൽ പോവും, കല്യാണത്തിന് പള്ളിയിൽ പോവും, ചടങ്ങുകൾക്ക് മാത്രം. അതല്ലാതെ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോവില്ല. പ്രാർത്ഥന അർത്ഥഹീനമായ ഒരു സംഗതിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നോർവേയിൽ ഒരു പ്രശ്നമുണ്ടായി. അവരുടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആ നാട്ടിലെ മുസ്ലിങ്ങൾ ഒരു അപേക്ഷ കൊടുത്തു, ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കണം, അതിന് സ്ഥലം അനുവദിക്കണം. മുനിസിപ്പാലിറ്റി അനുവദിച്ചാലേ അവിടെയൊക്കെ കെട്ടിടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മുനിസിപ്പാലിറ്റി പറഞ്ഞു, ഇപ്പോൾ ഒഴിവുള്ള സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് പള്ളി അനുവദിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവിടുത്തെ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് ഇവിടെ പ്രാർത്ഥനയുള്ളൂ, അത് തന്നെ ആരും വരാറില്ല, നിങ്ങൾക്ക് വെള്ളിയാഴ്ചയല്ലേ വേണ്ടത്, നിങ്ങൾ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചോ. ശരിയല്ലേ? ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച മുസ്ലിം പ്രാർത്ഥിക്കാം, ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു വിശാലതയുണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു വിശാലത, അത് അവർക്ക് ആർജിക്കാൻ കഴിയുന്ന അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെങ്ങനെ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം, ആ അച്ഛനും അവിടെ ഉണ്ടാവില്ല, അല്ലേ, പള്ളി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഈ വിശ്വാസങ്ങളൊക്കെ തന്നെ പതുക്കെ ഈ അതിൻ്റെ കാഠിന്യം ഇങ്ങനെ കുറഞ്ഞു വരും. അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യൻ്റെ അസ്വാസ്ഥ്യങ്ങളും പട്ടിണിയും നാളെ എന്താവും എന്നുള്ള ബേജാറും ഒക്കെയാണ് ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത്. എന്തായാലും ഈ ബാബിലോണിയക്കാർ ഇതിനെ ഭാവി പ്രവചനത്തിനുള്ള ഒരു ആയുധമാക്കി മാറ്റി. കാൽഡിയൻ ജ്യോതിഷികൾ അവരാണ് ഇത് ഗ്രീസിലെത്തിക്കുന്നത്. BC 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഗ്രീസിലെത്തുന്നത്. ബറോസസ് എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ഏഥൻസിൽ പോയിട്ട് ജ്യോത്സ്യം പഠിപ്പിക്കുന്ന സ്കൂൾ തുടങ്ങുന്നത്. അതിന് ചരിത്രമുണ്ട്. ബറോസസ് എന്ന് പറയുന്നത് ബാബിലോണിയയിലെ ഒരു പുരോഹിതനായിരുന്നു. അയാൾ നാട് വിട്ട് ഗ്രീസിൽ പോയി ഏഥൻസിൽ പോയിട്ട് ജ്യോത്സ്യം പഠിപ്പിക്കുന്ന സ്കൂൾ തുടങ്ങി. അങ്ങനെയാണ് യൂറോപ്പിൽ ജ്യോത്സ്യം വ്യാപിക്കുന്നത്. അതുവരെ അവിടെ ജ്യോതിശാസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗ്രീസിൽ നിന്നാണ് ഇന്ത്യയിൽ ജ്യോതിഷം എത്തുന്നത്. എപ്പോഴാ? അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണത്തിന് ശേഷം. അലക്സാണ്ടർ നമ്മുടെ അതിരിൽ വന്നിട്ട് പുരുഷസുമായിട്ട് യുദ്ധം ചെയ്തു ഒക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. പുരുഷനെ തോൽപ്പിച്ചിട്ടും രാജ്യത്തെ കീഴടക്കാത്ത അദ്ദേഹത്തെ തന്നെ അധികാരം ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയ മഹാനാണ് അലക്സാണ്ടർ ചക്രവർത്തി. എന്തിനാ മൂപ്പർ അങ്ങനെ ചെയ്തത്? മൂപ്പർക്ക് കീഴടക്കി ഭരിക്കാനായിരുന്നില്ല താല്പര്യം, സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഗ്രീക്ക് കച്ചവടക്കാർക്ക് വന്ന് കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കുക. ഇതാണ് അയാൾ എല്ലായിടത്തും ചെയ്തത്. ഇവിടെ മാത്രമല്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയാൻ കാരണം മൂപ്പർക്ക് ആളെ കൊല്ലുന്നതിലല്ല താല്പര്യം, മൂപ്പർക്ക് കച്ചവടം വികസിക്കണം. ഗ്രീസിന്റെ അന്നത്തെ ഏറ്റവും വലിയ കപ്പലോട്ടക്കാരാണ് ഗ്രീക്കുകാർ. അതുകൊണ്ട് ഈജിപ്തിനെ കീഴടക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഭരിച്ചോളൂ, രാജ്യം എനിക്ക് വേണ്ട, പക്ഷെ അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞൊരു തുറമുഖം ഞാനിവിടെ സ്ഥാപിക്കും. അങ്ങനെ അലക്സാണ്ട്രിയ തുറമുഖം സ്ഥാപിച്ചു. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു, കീഴടക്കിയില്ല. അവിടെ എല്ലാം കച്ചവട ബന്ധങ്ങളുണ്ടാക്കി. ഇന്ത്യയിലും കച്ചവട ബന്ധങ്ങളുണ്ടാക്കി.
ആ ബന്ധത്തിലാണ് ഇന്ത്യയിലേക്ക് ജ്യോത്സ്യം എത്തുന്നത്. ഈ ഫലഭാഗ ജ്യോതിഷമെന്ന് നമ്മളിപ്പം പൊട്ടിഘോഷിക്കുന്നത് ഇന്ത്യക്കാരുടെ മഹത്തായ കണ്ടുപിടുത്തവും നമ്മുടെ മന്ത്രിമാരടക്കം പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ഇന്ത്യക്കാരുടേതല്ല, അത് നമ്മൾ ഇറക്കുമതി ചെയ്തതാണ്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് കയറ്റുമതി ചെയ്തതാണ്. അങ്ങനെ പറയുന്നതായിരിക്കും ശരി. ഗ്രീസിൽ നിന്നാണ് വന്നത്. ഗ്രീസിൽ നിന്ന് ഈ അവരുടെ ജ്യോത്സ്യ ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത ഗ്രീക്കുകാരെ വരെ നമുക്കിന്നറിയാം. BC AD 1-ാം നൂറ്റാണ്ടിൽ ഉജ്ജയിനി കേന്ദ്രമായിട്ടുള്ള വ്യാപാരികളായ ഗ്രീക്കുകാരുടെ തലവനാണ് ആദ്യത്തെ ജ്യോതിഷ ഗ്രന്ഥം ഇന്ത്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ഈ ജ്യോത്സ്യത്തിൻ്റെ പ്രവചന ഗ്രന്ഥം വേറെ ചിലർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല, ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഗ്രീക്ക് സാഹിത്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. അതാണ് ഗർഗമുനി. ഗർഗമുനിയുടെ ഗർഗ സംഹിത എന്ന് പറയുന്ന കൃതിയാണ് ഇന്ത്യയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ജ്യോത്സ്യ ഗ്രന്ഥം, പ്രവചനശാസ്ത്രം. അത് കഴിഞ്ഞ പരാശരമുനി, പരാശരഹോര എന്ന് പറയുന്ന കൃതി. അങ്ങനെ ഇന്ത്യയിലേക്ക് ജ്യോത്സ്യം വന്നത് ഗ്രീസിൽ നിന്നാണ്. ഇന്ത്യൻ ജ്യോതിഷം വേറെയാണ്, ഗ്രീക്ക് ജ്യോതിഷം വേറെയാണ്. ഒടുവിൽ ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ബന്ധിപ്പിച്ചു. അത് ചെയ്തതിൽ ഈ ഇന്ത്യൻ ജ്യോതിഷികൾക്ക് വലിയ പങ്കുണ്ട്. വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും ഒക്കെ അതിൽ പണിയെടുത്ത ആളുകളാണ്. അവരാണ് ആകാശത്ത് ചന്ദ്രൻ പോകുന്ന വഴിക്ക് 27 നാളുണ്ട്, സൂര്യൻ പോകുന്ന വഴിക്ക് 12 രാശിയുണ്ട്. രണ്ടും ഏതാണ്ട് ഒരേ വഴിക്കാണ് പോകുന്നത്. 5 ഡിഗ്രിയുടെ തിരിവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ നാളുകൾ രാശിയുടെ ഭാഗമാണ്. ഒരു രാശിയിൽ 2.25 നാൾ വീതം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ രാശിക്കൂറ് എന്ന് പറയുക. ഇപ്പം മേടൻ രാശിയിൽ അശ്വതി മുഴുവനുണ്ട്, കാർത്തിക മുഴുവനുണ്ട്, ഭരണി മുഴുവനുണ്ട്, കാർത്തികയുടെ കാൽഭാഗമുണ്ട്. അശ്വതി, ഭരണി, കാർത്തികക്കാലും മേടക്കൂറ്. കാർത്തിക മുക്കാല്, മകീര്യം, തിരുവാതിര പകുതി, ഇടവക്കൂറ്. ഇങ്ങനെ 2.25 വെച്ച് രാശിക്ക് വിഭജിക്കുന്നത് ഇവരുടെ കാലത്താണ്. അപ്പം പുറത്തുനിന്ന് വന്ന പ്രവചന ശാസ്ത്രമാണ് നമ്മുടെ ശാസ്ത്രം. അത് മുഴുവൻ തന്നെ തട്ടിപ്പാണ്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്നും നമ്മുടെ ഭാവി പറയുന്ന സംഗതികളല്ല. അവർക്ക് അതിലൊന്നും ഇടപെടാനില്ല. പ്രകാശവർഷങ്ങൾ അകലെ കിടക്കുന്ന നക്ഷത്രങ്ങൾ, സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ, ഭൂമിയല്ല, പണ്ട് ഭൂമിയാണെന്ന വിചാരം, സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ, അതിനൊന്നും നമ്മുടെ ഭാവി തീരുമാനിക്കാനുള്ള കഴിവില്ല. ചൊവ്വ നമ്മളെല്ലാം പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്. 7 ചൊവ്വ എന്ന് പറഞ്ഞാൽ ആകെ പേടിയാണ് ഇവിടുത്തുകാർക്ക്. 7 ചൊവ്വ എന്താ അർത്ഥം എന്നറിയോ? നമ്മൾ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ഉദിക്കുന്ന രാശിയാണ് ലഗ്ന രാശി എന്ന് പറയുക. എല്ലാന്ന് ജാതകത്തിൽ കാണും. എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ പടിഞ്ഞാറ് കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം കിഴക്കുള്ള രാശികൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഏത് രാശിയാണോ ഇപ്പം കിഴക്കുദിക്കുന്നത് ഈ സമയത്തിൻ്റെ ലഗ്നം അതാണ്. കുട്ടി ജനിക്കുമ്പം ഏത് രാശിയാണോ ഉയർന്നു വന്നുകൊണ്ടിരുന്നത് അതാണ് കുട്ടിയുടെ ലഗ്നം, ജന്മലഗ്നം. അവിടെ നിന്ന് 7ാമത്തെ രാശിയിൽ ചൊവ്വ നിൽക്കുന്നതാണ് 7 ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. കുട്ടി ജനിച്ചപ്പം ചൊവ്വ ഗ്രഹം പടിഞ്ഞാറ് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 നിൽക്കുക എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക എന്നാണ് അർത്ഥം. അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയാണ് കുട്ടിയുടെ ഭാവി ആകെ കുഴപ്പത്തിലാക്കുക. കുട്ടിയല്ല, കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. ആണാണെങ്കിൽ പെണ്ണ്, പെണ്ണാണെങ്കിൽ ആണ്. അതാണ്. ആരെയാണോ അയാൾ കല്യാണം കഴിക്കുക അയാൾക്കാണ് കുഴപ്പമെന്നാണ് ജ്യോത്സ്യം പറയുന്നത്. വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്തത്. ഇപ്പം ചൊവ്വ ദോഷം ഒരു കുട്ടിക്കുണ്ട്. ചൊവ്വ കൊണ്ടുള്ള ദോഷം ആ കുട്ടിക്ക് തന്നെയാണെന്ന് വിചാരിക്കുക. കുട്ടി മരിച്ചു പോകുമെന്ന് വിചാരിക്കുക. ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ ആണുങ്ങൾക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പിടിവലിയായിരിക്കും. എന്താ കാരണം? കുറെ കൊല്ലം കഴിഞ്ഞാൽ കുട്ടി പോകില്ല, നമുക്ക് വേറൊന്നിനെ കെട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല ജ്യോത്സ്യം പറഞ്ഞു വെച്ചത്. ജ്യോത്സ്യന്മാരുണ്ടാക്കിയത് കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ കെട്ടുന്ന പുരുഷനാണാവത്ത്, തിരിച്ചു പുരുഷനാണ് ചൊവ്വയെങ്കിൽ ജയിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം ചൊവ്വാദോഷത്തെ പേടിക്കാൻ തുടങ്ങും. ഇന്നും ആ പേടി നിലനിൽക്കുകയാണ്. ചൊവ്വയുള്ളവരെ കല്യാണം കഴിക്കാൻ വളരെ വളരെ വിഷമമാണ്. ചൊവ്വക്കാരന് ചൊവ്വക്കാരിയെ തന്നെ കിട്ടണം, എന്നാൽ ക്യാൻസലായി പോയിക്കും രണ്ടും. അതില്ലെങ്കിൽ സംഗതി കുഴപ്പമാണ്.
എന്തായി ചൊവ്വ ചെയ്യുക? ചൊവ്വ എന്തിനാ പേടിക്കുന്നത്? ചൊവ്വ എന്ന് പറയുന്നത് ഒരു ചുവന്ന ഗ്രഹമാണ്. ചുവക്കാൻ കാരണം അത് യുദ്ധത്തിന്റെ ദേവനും പാപിയുമായതുകൊണ്ടാണെന്നാണ് പണ്ടത്തെ ധാരണ. ക്രൂരൻ എന്നാണ് വരാഹമിഹിരൻ എന്ന് പറയുന്ന ജ്യോത്സ്യൻ അതിന് പര്യായം കൊടുത്തിരിക്കുന്നത്. ക്രൂരൻ. എന്തു ക്രൂരതയാണ് ചൊവ്വയ്ക്ക് ചെയ്യാൻ കഴിയുക? അത് വെറും കല്ലും മണ്ണുള്ള ചുവന്ന മണ്ണാണ്. അതിൻ്റെ ഉപരിതലത്തിൽ ഇരുമ്പിൻ്റെ ഓക്സൈഡ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ചുവന്ന് കാണും, രക്തത്തിൻ്റെ നിറമാണ്, യുദ്ധത്തിൻ്റെ ദേവനാണ് എന്ന് വിചാരിച്ചതാണ്. അപ്പം അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുടെ പുറത്താണ്. ശരിക്കും തെറ്റിദ്ധാരണയല്ല, ഇതൊക്കെ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. മനഃപൂർവ്വം തന്നെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. ചൊവ്വാദോഷമുണ്ട്, എന്താ പരിഹാരം? പരിഹാരമുണ്ട്, ക്ഷേത്രത്തിൽ ഉണ്ട്. ഒരു വലിയ കച്ചവടം അത്. ജ്യോത്സ്യന് അതിന് പരിഹാരത്തിന് പൈസ കിട്ടും, അത് പരിഹാര പൂജ നടത്തുന്ന പൂജാരിക്ക് കിട്ടും, ക്ഷേത്രത്തിന് വരവായി. ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ ചൂഷണത്തിൻ്റെ രൂപമായി മാറുകയാണ്. അതിലൊന്നും രണ്ടും പേരൊന്നുമല്ല ഇടപെടുന്നത്. പക്ഷേ ഈ ദോഷമുണ്ടെന്ന് പറയുന്ന ആളാണ് ഇത് സാമ്പത്തിക നഷ്ടം മുഴുവൻ സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ ചൊവ്വാദോഷം, ശനിദശ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട്. ഞാൻ അതിലേക്ക് എല്ലാത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇതാണ് അന്ധവിശ്വാസങ്ങൾ വന്നതിൻ്റെ ചരിത്രം. വെള്ളം കിട്ടും. ഈ ഗലീലിയോയുടെ കാലം വരെ ഈ ജ്യോതിഷവും ഒന്നിച്ചാ പോയത്. കാരണം നമ്മുടെ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണാവുന്നതിനെ മാത്രമേ അന്ന് പഠിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കണ്ണുകൊണ്ട് ശനി വരെയുള്ള ഗ്രഹങ്ങളെ കാണാം, ഒരു 6-7,000 നക്ഷത്രങ്ങളെ കാണാം, സൂര്യനെയും ചന്ദ്രനെയും കാണാം. അതിലപ്പുറം ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ചിലർ ജ്യോതിഷം ചെയ്യും, ചിലർ ഇവയുടെ എല്ലാം ചലനത്തെ വിശദീകരിക്കാനുള്ള ശ്രമത്തിൽ ജ്യോതിശാസ്ത്രം ചെയ്യും. രണ്ടും ഒന്നിച്ച് ചെയ്തവരാണ് ഏറെയും. ഉദാഹരണത്തിന് കെപ്ലർ, ഗ്രഹചലന നിയമങ്ങൾ കണ്ടുപിടിച്ച കെപ്ലർ ഒരേ സമയത്ത് ജ്യോത്സ്യനുമായിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. വലൻസ്റ്റൈൻ രാജാവിൻ്റെ കൊട്ടാര ജ്യോത്സ്യനായിരുന്നു കെപ്ലർ. അപ്പം രാജാവിൻ്റെ ജാതകം എഴുതുക, രാജാവിൻ്റെ മക്കളുടെ ജാതകം എഴുതുക, ഇതൊക്കെ മൂപ്പര് ചെയ്യും. അതിനെക്കുറിച്ച് മൂപ്പര് എഴുതി വെച്ചിട്ടുമുണ്ട്. ജ്യോതിശാസ്ത്രം എന്ന ബുദ്ധിമതിയായ അമ്മയുടെ വിഡ്ഢിയായ മകളാണ് ജ്യോത്സ്യം എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ജ്യോതിശാസ്ത്രജ്ഞന്മാർ അവരുടെ താല്പര്യം അനുസരിച്ച് വാനനിരീക്ഷണം നടത്തും, വയറ്റുപിഴപ്പിന് വേണ്ടി ജ്യോത്സ്യവും ചെയ്യും എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമാനായ കെപ്ലർ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു, പക്ഷേ ജ്യോത്സ്യനുമായിരുന്നു. ജ്യോത്സ്യൻ ജീവിക്കാൻ വേണ്ടി ജ്യോത്സ്യം ചെയ്യും. ഇന്ത്യയിൽ വരാഹമിഹിരൻ രണ്ടും ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും ജ്യോത്സ്യനായിരുന്നു. ബ്രഹ്മഗുപ്തൻ രണ്ടും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാസ്കരാചാര്യര് ജ്യോതിഷിയായിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. ജ്യോതിഷത്തിലേക്ക് പോകാതിരുന്ന ഒരു ശാസ്ത്രജ്ഞനെയാണെന്നുള്ളത് ആര്യഭട്ടനാണ്. ജ്യോത്സ്യം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം വെറും ജ്യോതിശാസ്ത്രം മാത്രം വികസിപ്പിച്ച ആളാണ്. അപ്പം ജ്യോതിശാസ്ത്രത്തിൽ അന്ന് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഏർപ്പെട്ട ആളുകളാണ് ധാരാളം, ഉപജീവന മാർഗം എന്നുള്ള നിലയ്ക്ക്. ഗലീലിയോയ്ക്ക് ശേഷം ജ്യോതിശാസ്ത്രമാകെ മാറി. കാരണം നമുക്ക് കാണാം, വ്യാഴത്തെ 4 ഗ്രഹങ്ങൾ ചുറ്റുന്നത്, 4 ഉപഗ്രഹങ്ങൾ ചുറ്റുന്നത് ഗലീലിയോ തന്നെ കണ്ടു. അന്ന് വരെ അറിയാത്തൊരു കാര്യമാണ് ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട് എന്നുള്ള കാര്യം. എല്ലാം ഭൂമിയെ ചുറ്റുന്നു എന്നാണ് അന്നത്തെ ധാരണ, സൂര്യനടക്കം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ കോപ്പർനിക്കസ് പറഞ്ഞു കഴിഞ്ഞു, ഈ ഭൂമിയെ അല്ല ചുറ്റുന്നത്, സൂര്യനെയാണ് ചുറ്റുന്നത്. അതിനുള്ള തെളിവുകൾ ഹാജരാക്കിയതും ശരിക്കും ഇദ്ദേഹമാണ്, ഗലീലിയോ ആണ്. അങ്ങനെ ഗലീലിയോയുടെ ടെലസ്കോപ്പ് വന്നു, പിന്നെ വലിയ വലിയ ടെലസ്കോപ്പ് വന്നു. എത്രയോ
ഗലീലിയോ ടെലസ്കോപ്പിന് 4 ഇഞ്ചായിരുന്നു വലിപ്പമെങ്കിൽ 56 ഇഞ്ച് വലിപ്പമുള്ള വലിയ ടെലസ്കോപ്പ് ഉണ്ടാക്കി വില്യം ഹെർഷൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. വില്യം ഹെർഷലിന്റെ ടെലസ്കോപ്പുകളെ നോക്കിയപ്പോഴാണ് അന്ന് വരെ കാണാതിരുന്ന പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത്. അന്ന് വരെ ശനിക്കപ്പുറം ഒന്നും അറിയായിരുന്നില്ല. യുറാനസിനെ കാണുന്നത് വില്യം ഹെർഷലാണ്. അതിനപ്പുറമുള്ളതിനെ പിന്നെ കണ്ടുപിടിച്ചു. അത് മാത്രമല്ല, അന്ന് വരെ കാണാതിരുന്ന പുതിയ നക്ഷത്രങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നക്ഷത്രങ്ങളുടെ എണ്ണം നമ്മൾ വെറും കണ്ണുകൊണ്ട് കാണുന്ന 7000 അല്ല, 70,000 അല്ല, ലക്ഷങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ നക്ഷത്രങ്ങളുടെ ഒരു ചിത്രം ഹെർഷൽ വരച്ചപ്പം അതിനൊരു പരന്ന ഒരു ഷേപ്പാണ് കിട്ടിയത്. ഇപ്പോഴത്തെ നമ്മുടെ ഗാലക്സിയുടെ, ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയുടെ ഒരു ഏതാണ്ട് രൂപം അതാണ് കണ്ടത്. പിന്നീട് അതിനേക്കാൾ വലിയ ടെലസ്കോപ്പ് വന്നു. ഈ ആകാശഗംഗ മാത്രമല്ല ഗാലക്സി, നമ്മുടെ ഗാലക്സിയിൽ 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട്. നമ്മൾ അന്ന് വരെ കണ്ട 7,000 ഒന്നുമല്ല, 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുള്ള ആകാശഗംഗ. അങ്ങനത്തെ ആകാശഗംഗയേക്കാൾ വലിയ ആൻഡ്രോമീഡ ഗാലക്സിയുടെ അപ്പുറം 20,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ലാർജ് മെഗലനിക് ക്ലൗഡ്, സ്മോൾ മെഗലനിക് ക്ലൗഡ് എന്നൊക്കെ പറയുന്ന നിരവധി ഗാലക്സികൾ ചുറ്റും ഗാലക്സികളുടെ എണ്ണം ഇങ്ങനെ പെരുകാൻ തുടങ്ങി. ഗാലക്സികളുടെ എണ്ണം തന്നെ കോടിക്കണക്കിന്, ഓരോ ഗാലക്സിയിലും നക്ഷത്രങ്ങളുടെ എണ്ണം കോടിക്കണക്കിന്. അതിൻ്റെയൊക്കെ വലിപ്പത്തെക്കുറിച്ചുള്ള ധാരണ, ദൂരത്തെക്കുറിച്ചുള്ള ധാരണ. ആൻഡ്രോമീഡ ഗാലക്സിയും നമ്മുടെ ഗാലക്സിയും തമ്മിലുള്ള അകലം 20 ലക്ഷം പ്രകാശവർഷമാണ്. 20 ലക്ഷം കൊല്ലം കൊണ്ട് അവിടുത്തെ പ്രകാശം ഇവിടെ എത്തുന്നത്. അപ്പം നമ്മളിപ്പം കാണുന്ന ആൻഡ്രോമീഡ ഗാലക്സി ടെലസ്കോപ്പിലൂടെ കാണാം. ആ ഗാലക്സി ഇപ്പോൾ ഉള്ള ഗാലക്സി അല്ല, അത് അന്നുള്ള ഗാലക്സിയാണ്. 20 ലക്ഷം കൊല്ലം മുമ്പുള്ള ഗാലക്സിയാണ്. അവിടെ നിന്നുള്ള വെളിച്ചം ഇവിടെ എത്തുന്നു. അവിടുന്ന് വെളിച്ചം പുറപ്പെട്ടപ്പോൾ മനുഷ്യരാശി ഉണ്ടായിട്ടില്ല. 20 ലക്ഷം കൊല്ലം മുമ്പ് മനുഷ്യനില്ല. ഇപ്പോഴാണ് അതിവിടെ എത്തുന്നത്, നമ്മൾ ഈ ടെലസ്കോപ്പും വെച്ചിരിക്കുമ്പം അല്ലേ. ഇതാണ് നമ്മുടെ ഗാലക്സികളുടെ, നമ്മുടെ നക്ഷത്രങ്ങളുടെയൊക്കെ ദൂരങ്ങളുടെ ചിത്രം. ഈ ഗാലക്സികളൊക്കെ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നതും പ്രപഞ്ചം ഇങ്ങനെ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ജ്യോതിശാസ്ത്രത്തിലേക്ക് പോകാൻ നമുക്കിപ്പം ക്ഷമയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ. കവടശാസ്ത്രങ്ങൾ ജ്യോതിഷം മാത്രമല്ല, ഒരുപാട് എണ്ണമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വാസ്തുശാസ്ത്രം. വാസ്തുവിദ്യയല്ല, വാസ്തുവിദ്യ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. വാസ്തുവിദ്യയെ വാസ്തുശാസ്ത്രം എന്ന കപടശാസ്ത്രമാക്കി മാറ്റിയത് ഇന്ത്യയിലാണ്. അതിൻ്റെ പിന്നിൽ വാസ്തു ഭഗവാൻ എന്ന് പറയുന്നൊരു സങ്കല്പ കഥാപാത്രമുണ്ട്, വാസ്തുദേവൻ, അല്ലേ? അങ്ങേരുടെ അദ്ദേഹം എങ്ങനെയാ ഉണ്ടായെന്നുള്ളതിന്റെ കഥ കേട്ടാൽ ഇത്രയും വലിയ മണ്ടത്തരം നമ്മുടെ ആളുകൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ശിവനും മറ്റേ ഒരു പേരുകൾ ഓർക്കുന്നു, അന്ധകാരാസുരനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അന്ധകാരാസുരനെ ശിവൻ തോൽപ്പിച്ചു, കൊന്നു. അപ്പോഴേ ശിവന്റെ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണു. ആ വിയർപ്പിൽ നിന്നൊരു ഭൂതം ഉണ്ടായി വന്നു. ആ ഭൂതം ഈ അന്ധകാരാസുരന്റെ കുടുംബങ്ങളെയും കൂടി കൊന്ന് അതിന്റെ ചോര മുഴുവൻ കുടിച്ചു. എന്നിട്ട് ശിവനോട് വരം ആവശ്യപ്പെടുകയാണ്. സഹായിച്ച ആളാണല്ലോ, ശിവന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ വരം? ഈ 3 ലോകങ്ങളെയും കീഴടക്കാൻ വിഴുങ്ങാൻ ഒക്കെയുള്ള ശക്തി തരണമെന്നാണ്. വരം ചോദിച്ചാൽ കൊടുക്കാതിരുന്നുകൂടാ ദൈവങ്ങൾക്കെന്നാണ് വെപ്പ്. അതുകൊണ്ട് ശിവൻ വരം കൊടുത്തു. അപ്പൊ ഇയാൾ ശിവന്റെ മുന്നിൽ സാഷ്ടാംഗം വീണു. സാഷ്ടാംഗം വീണ തക്കം നോക്കി ചുറ്റും നിന്നിരുന്ന ദേവന്മാരും അസുരന്മാരും എല്ലാരും കൂടി ഇയാളുടെ പുറത്ത് കയറി. ആകെ 45 പേര്. എനിക്കിതൊക്കെ ജ്യോതിഷത്തിൽ കാണാൻ കേട്ടോ. 45 പേര് ഇയാളുടെ പുറത്ത് കയറിയിരുന്നു.
ഓരോ ദേവനും എവിടെയായിരുന്നൊക്കെ പറയുന്നുണ്ട്. ആകെക്കൂടി വിഷമായി ഇയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആലോചിക്കണേ, 3 ലോകങ്ങളും വിഴുങ്ങാനുള്ള വരം കിട്ടി ആളുടെ പുറത്ത് 45 പേര് കയറി ഇരുന്നപ്പോഴേക്ക് ഇയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു കരാറിലെത്തി. എന്താ? ലോകത്തെ ഒന്നും ഇനി വിഴുങ്ങുന്നില്ല, അങ്ങനത്തെ ഇതൊക്കെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു. ആകെ എന്ത് വേണം? നിങ്ങൾ വീട് പണിയുമ്പം ആ വീട്ടിൽ എനിക്കൊരു സ്ഥാനം നൽകണം, എന്നെ തൃപ്തിപ്പെടുത്തിയിട്ട് സന്തോഷിപ്പിച്ചിട്ട് മാത്രമേ വീട്ടിൽ താമസിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പോഴും വാസ്തുപൂജ നടത്തും. വാസ്തുദേവനെ നമ്മൾ എല്ലാവരും പൂജിച്ചതിന് ശേഷമേ വീട്ടിൽ താമസിക്കുള്ളൂ. ഇതാരുടെ താല്പര്യം? ഇതിൻ്റെ താല്പര്യം പുരോഹിതർക്കാണ്. വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആശാരിയും മറ്റ് ഭിത്ത് കെട്ടുന്നവരും അതുപോലെ പണിയെടുക്കുന്നവരൊക്കെ കൂടിയാണ്. അവർക്കാണ് ഇതിൻ്റെ ശാസ്ത്രം അറിയുള്ളൂ, അവർക്ക് അതിൻ്റെ ഗണിതം അറിയുള്ളൂ. ഓരോ തരം വീട്, ബ്രാഹ്മണൻ ഏതു തരം വീട് വേണം, ശൂദ്രന് ഏതു തരം വീട് വേണം, ക്ഷത്രിയന് ഏത് വീട് വേണം, ഏത് മണ്ണിലാണ് വീടുണ്ടാക്കുന്നതൊക്കെ പറയുന്നുണ്ട്. വെളുത്ത് നെയ്യുടെ മണമുള്ള മണ്ണിൽ വേണം ബ്രാഹ്മണൻ വീട് വെക്കാൻ, വെളുത്ത മണ്ണ. ചുവന്ന മണ്ണിൽ വേണം ക്ഷത്രിയൻ വീട് വെക്കാൻ. മഞ്ഞ മണ്ണിൽ വേണം വൈശ്യൻ വീട് വെക്കാൻ. കറുത്ത മദ്യത്തിന്റെ മണമുള്ള മണ്ണിൽ വേണം ശൂദ്രൻ വീട് വെക്കാൻ. മറ്റുള്ളവർ പിന്നെയുണ്ട് കുറെ കൂട്ടര്, അത് അവര് വീട് വെക്കുന്നോ ഇല്ലയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നാണ്. അത് എവിടെയും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നേയില്ല. അങ്ങനെ ആരെവിടെ വീട് വെക്കണം, ജാതി കലർന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണിത്. മനസ്സിലല്ലേ? പല ജാതിക്കാർ ഒരിടത്ത് വന്ന് താമസിച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ, പ്രത്യേകിച്ചും ബ്രാഹ്മണരൊക്കെ ഉള്ളതാണ്. ഏത് ജാതിയിലും കയറി കുട്ടികളുണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ കൂടിക്കലരാതെ വേർതിരിച്ച് നിർത്താൻ വേണ്ടി എടുത്ത പണിയാണ്. ഓരോ ജാതിക്കാർക്കും ഓരോ തരം മണ്ണ്. ഒരു കുന്നിൻ്റെ മുകളിൽ വീട് വെക്കുന്നതാണ് ഓരോ വശം. വടക്കോട്ട് ആര് വെക്കണം, കിഴക്കോട്ടൊക്കെ ജാതി അനുസരിച്ചാണ്. ഇതൊക്കെ തന്നെ ആര് ചെയ്തതാണ്? ഇതൊക്കെ തന്നെ പുരോഹിത വർഗം ചെയ്തതാണ്. കാരണം അവർക്ക് എഴുതാൻ അറിയുള്ളൂ. സംസ്കൃതത്തിൽ വേണമല്ലോ ഗ്രന്ഥരചന നടത്താൻ. വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന സംസ്കൃതത്തിലാണ് അന്നത്തെ കാലത്ത്. അത് അറിയുന്നവർ കുറച്ചേ ഉള്ളൂ. അവരെഴുതുമ്പം ഈ ആശാരിക്ക് സംസ്കൃതം പഠിക്കാൻ അന്ന് അവകാശമില്ല. കേരളത്തിൽ വേറെ കാര്യമാണ് കേട്ടോ, കേരളത്തിലൊക്കെ അവർ പഠിച്ചെടുത്തു, അത് വേറെ. കേരളം ഒരു വ്യത്യസ്തമായ സംസ്ഥാനമാണ്. പക്ഷേ കേരളം വിട്ട് പുറത്തേക്ക് പോയാൽ ഗ്രന്ഥരചന മുഴുവൻ ബ്രാഹ്മണർക്കാണ്. മറ്റവർക്ക് സംസ്കൃതം പഠിക്കാൻ അവകാശമില്ല. സംസ്കൃതം കേട്ടാൽ ശൂദ്രന്റെ ചെവിയിൽ ഈ ഒഴിക്കണമെന്നാണ് മനു പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ എഴുതുമ്പം ആ ഗ്രന്ഥങ്ങളിൽ ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചേർക്കുക എന്നുള്ളത് പുരോഹിതന്റെ താല്പര്യമാണ്. കാരണം ശിലാന്യാസം നടത്തുമ്പോൾ, കല്ലിടുമ്പം ഒരു പൂജ വേണം, അതിന് വരുമാനമുണ്ട്. അധ്വാനിക്കാതെ പണം ഉണ്ടാക്കണേ ഇതേ മാർഗമുള്ളൂ. പിന്നെ കട്ടില വെക്കുമ്പം പൂജയുണ്ട്. വീട്ടിൽ താമസിക്കുമ്പോൾ 2 ദിവസം എങ്കിലും നീണ്ട പൂജ വേണം, ഗണപതി പൂജ ഉൾപ്പെടെയുള്ള പൂജകൾ വേണം. ഇതൊക്കെ തന്നെ പണിയെടുക്കാതെ പണം സമ്പാദിക്കാൻ വേണ്ടി പുരോഹിതവർഗം കണ്ടുപിടിച്ചാണ്. അപ്പം ജ്യോതിശാസ്ത്രം പോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിലും അവരുടെ ഇടപെടൽ ശരിക്കും കാണാം. ഒരുപാട് അന്ധവിശ്വാസം, വാനനിരീക്ഷകരൊന്നും അല്ല അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കിയത്. അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യയിലായാലും ബാബിലോണിയയിലായാലും പുരോഹിതരാണ്. അവരുടെ വരുമാനമാണ് ഇതിൽ പ്രധാനം. അതേപോലെ തന്നെ ഈ വാസ്തുശാസ്ത്രത്തിലെ ചില കാര്യങ്ങളിലൊക്കെ അർത്ഥമുണ്ട്. വെറുതെ അന്ധവിശ്വാസം, ഞാൻ നേരത്തെ ജ്യോതിശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറേ പരിഗണനകൾ കറക്റ്റായിട്ടുള്ളതുണ്ട്. പണ്ടത്തെ കാലത്ത് വീട് വെക്കുമ്പോൾ അടുക്കള എവിടെ ആയിരിക്കണം? രാവിലെ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായിരിക്കുന്നതാണ് നല്ലത്. കാരണം സ്ത്രീകൾ അവിടെ പണിയെടുത്ത് വിളക്ക് ആദ്യം കെടുത്താൻ കഴിയണമെങ്കിൽ സൂര്യപ്രകാശം ആദ്യം അടുക്കളയിൽ കിട്ടണം. അപ്പോൾ കിഴക്കോ തെക്ക് കിഴക്കോ അടുക്കള പണിയുക, അതിന് തൊട്ടടുത്ത് കിണർ പണിയുക. കാരണം വെള്ളം അടുക്കളയിൽ കിട്ടണമെങ്കിൽ അത് വേണം. അപ്പോൾ എവിടെയായിരിക്കണം അടുക്കള, എവിടെയായിരിക്കണം കിണർ, എവിടെയായിരിക്കണം സ്വീകരണമുറി, ഇത്തരം കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രത്തിൽ കാണാം. അതൊക്കെ തന്നെ അന്നത്തെ ആശാരിമാരുടെ പ്രിസ്ക്രിപ്ഷനാണ്.
എവിടെയായിരിക്കണം കക്കൂസ് എന്നിട്ട് പറയുന്നുമില്ല. ഒരൊറ്റ ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ കാണില്ല. കാരണം വീട്ടിനകത്ത് കക്കൂസ് എന്ന് പറയുന്ന ഏർപ്പാട് അന്നില്ല. വീട്ടിനകത്ത് കക്കൂസ് ഇല്ലാഞ്ഞ കാരണം കക്കൂസിന്റെ സ്ഥലം പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് പൂജാമുറി എവിടെയായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പശുത്തൊഴുത്ത് എവിടെയായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നെല്ല് സംഭരിക്കുന്ന എവിടെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രസക്തിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രസക്തിയുള്ള കക്കൂസ് പോലുള്ള സംഗതികൾ പറഞ്ഞിട്ടുമില്ല. പോട്ടെ, എന്തായാലും ശരി, അതൊക്കെ ജ്യോതിശാസ്ത്രത്തിന്റെ ഭാഗമാണ്, കറക്റ്റാണ്. പക്ഷെ ഇന്ന് അതിൽ നിർബന്ധം പിടിക്കാൻ പാടില്ല. കാരണം ഇന്ന് നമുക്ക് സ്വിച്ചിട്ടാ കത്തുന്ന വിളക്കുള്ളപ്പോൾ സൂര്യപ്രകാശത്തെ കാത്തേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അടുക്കള നിങ്ങൾക്ക് എവിടെയും പണിയാം. പണ്ട് കേരളത്തിൽ അടുക്കള പണിയുമ്പം മറ്റൊരു പരിഗണനയും കൂടെ ഉണ്ട്. പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് കാറ്റ് വീശുന്നത്, കടൽക്കാറ്റ്. വീട്ടിലെ അടുക്കളയിലെ മണമെല്ലാം വീട്ടിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു വരാതെ പുറത്തേക്ക് പോകണമെങ്കിൽ അടുക്കള കിഴക്കേ വശത്ത് തന്നെ കൊണ്ടുവയ്ക്കണം. പടിഞ്ഞാറേ ഭാഗത്ത് അടുക്കള വെച്ചാൽ ദുർഗന്ധം എല്ലാം കൂടി വീടിനകത്തേക്ക് വരും കാറ്റടിക്കുമ്പോൾ. ഇന്ന് ആ പ്രശ്നമില്ല, കാരണം എക്സോസ്റ്റ് ഫാനുകൾ ലഭ്യമാണ്. അപ്പം ലൈറ്റ് വന്നു, എക്സോസ്റ്റ് ഫാൻ വന്നു, പിന്നെന്താ പമ്പ് ചെയ്ത് വെള്ളം വീടിന് മുകളിൽ നിർത്താനുള്ള സംവിധാനമുണ്ട്. അപ്പം കിണർ അവിടെ ആയിരിക്കണമെന്നില്ല. ഏറ്റവും കുറഞ്ഞ ആഴത്തിൽ എവിടെ കുഴിച്ചാലാണോ വെള്ളം കിട്ടുക അവിടെ കുഴിച്ചാൽ മതി. എന്നിട്ട് വെള്ളം പമ്പ് ചെയ്താൽ മതി. അപ്പം ഇത്തരം ശാസ്ത്രീയമായ പുരോഗതികളൊക്കെ ഉണ്ടായപ്പം ഈ വാസ്തുശാസ്ത്രത്തിലെ പല കാര്യങ്ങളും അപ്രസക്തമായി. എന്നാലും അതുണ്ടായ കാലത്ത് അതിനൊരു ശാസ്ത്രമുണ്ട്. അത് വളരെ പ്രസക്തമായിട്ട് കാര്യങ്ങളാണ്. അതിൽ ഈ പൂജകളും കർമ്മങ്ങളും ഒഴികെ, അല്ലെങ്കിൽ ഇതുപോലെ വെളുത്ത മണ്ണിൽ ബ്രാഹ്മണൻ വെക്കണോ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴികെ ബാക്കി പരിഗണനകളൊക്കെ കറക്റ്റായിട്ടുള്ളത്. ഇതാണ് ശാസ്ത്രം. എങ്ങനെയാണ് ഒരു സയൻസ് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നത്, കപടശാസ്ത്രങ്ങളായി മാറുന്നതെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. യാതൊരർത്ഥമില്ലാത്ത വേറെ ഒരുപാടുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഗൗളി ശാസ്ത്രം എന്നൊക്കെ പറയുന്നത്, ഗൗളിക്ക് ഒരു ബുദ്ധിയില്ലാത്തൊരു ജീവിയാണ്. അത് ചെലക്കുന്നത് നമ്മുടെ ഭാവി അറിഞ്ഞിട്ടൊന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഭാവി ആർക്കൊക്കെ അറിയാമെന്ന ഇവരുടെ ഇതനുസരിച്ച്, കപട ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനനുസരിച്ച് പല്ലിക്കറിയാം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അപകടം വരാൻ പോകുന്നുണ്ടോ, എന്തായാലും പല്ലി ചിലക്കുന്നതിൽ കിട്ടും. പല്ലി തലയിലങ്ങാൻ വേണ്ടിയിട്ട് തെക്കോട്ടാ ഓടി പോകുന്നതെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞതാണ് അല്ലേ. അങ്ങനെ ഗൗളി ശാസ്ത്രം ഒരു തനി മണ്ടത്തരാണ്. അതേപോലെ തന്നെ താമ്പൂല പ്രശ്നം. ഒരു കെട്ട് വെയിറ്റിൽ എടുക്കുന്നു, കൊണ്ടുവരുന്നു, ആള് അതിൽ നിന്നൊരെണ്ണം വലിച്ചെടുത്തിട്ട് അത് നോക്കിയിട്ട് നിങ്ങളുടെ ഭാവി പറയുന്നു. എന്തൊക്കെയാണ് ഈ വെറ്റിലയിലുള്ള അടയാളങ്ങൾ നിങ്ങളുടെ ഭാവിയുടെ സൂചകം തന്നെ ആയിരിക്കണമെങ്കിൽ ഈ വെറ്റിലയിൽ ഈ വരയൊക്കെ വരച്ചു വെച്ചത് ആരോ അറിഞ്ഞിട്ട് ചെയ്ത പടിയാണ് അല്ലേ. ആ വെറ്റില തന്നെ ഇയാൾ വലിച്ചെടുക്കണമെന്നും നിർബന്ധമാണ്. വേറൊരു വെറ്റിലായിരുന്നെങ്കിൽ ഭാവിയാകെ പോവും അതല്ലേ. അങ്ങനെ വെറ്റില വെച്ചുള്ള താമ്പൂല പ്രശ്നങ്ങൾ, ഇത്തരം ഒരുപാട്. ഹസ്തരേഖ നമ്മുടെ വലിയ അന്ധവിശ്വാസങ്ങളിലൊന്നാണ്. ഹസ്തരേഖയിൽ ആരോ നമ്മുടെ ഭാവി കുറിച്ച് വെച്ചിരിക്കുകയാണ്. ആകാശത്ത് നക്ഷത്രങ്ങളിൽ കുറിച്ച് വെച്ച പോലെ തന്നെ നക്ഷത്രങ്ങളിൽ കുറിച്ച് വെച്ച ജ്യോത്സ്യം പറഞ്ഞുതരും. കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നത് ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ പറഞ്ഞുതരും. രണ്ടാളെയും നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ പറയുന്നു മറ്റേ പറയുന്നു തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പലപ്പോഴും കാട്ടൊക്കെ വിരുദ്ധമായിരിക്കും. അത് പോട്ടെ, അതാരും അങ്ങനെ പരിശോധിക്കാറില്ല. കയ്യിലെങ്ങനെയാണ് രേഖ ഉണ്ടാകുന്നത്? കയ്യിൽ രേഖ ഉണ്ടാകുന്നത് ഈ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്, പരിണാമത്തിലൂടെ ഉണ്ടായി വന്നതാണ്. കൈ കൊണ്ട് നമ്മൾ വസ്തുക്കളെ പീഡിക്കണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. പശുക്കളെ പോലെ വായ കൊണ്ട് നേരിട്ട് കടിച്ചെടുത്ത് തിന്നല്ല. അപ്പം വസ്തുക്കളെ കൈകൊണ്ട് എടുത്ത് തിന്നുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അങ്ങനെ പിടിക്കണമെങ്കിൽ കൈ ഇങ്ങനെ മടങ്ങുമ്പോൾ ഉള്ളം കൈയിലെ മാംസത്തിന് ഇങ്ങനെ കോൺട്രാക്ട് ചുരുങ്ങി വരാൻ കഴിയണം. അത് കഴിയണ്ടേ തൊലി വലിഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഉള്ളം കൈയിലെ തൊലി ലൂസാണ്. നിങ്ങൾക്ക് പിടിച്ചു നോക്കിയാൽ അറിയാം ഇങ്ങനെ വലിഞ്ഞു കിട്ടും. പക്ഷേ അത് എല്ലായിടും അങ്ങനെ ലൂസാക്കിയിട്ടാൽ ഇത് പപ്പടം പോലെ പൊള്ളിച്ചു ഇങ്ങനെ വരും, മുഴുവൻ സ്ഥലവും ലൂസാണെങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്യും, ചിലയിടത്ത് അതിനെ അടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്, താഴെയുള്ള എല്ലുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നിങ്ങളൊന്ന് പിടിച്ചു നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് പിടിക്കാൻ കിട്ടൂല, കാരണം അത് അടിയിൽ ഒട്ടി നിൽക്കുകയാണ്.
ആ സ്ഥലം പൊങ്ങിപ്പോരില്ല. അപ്പം നമ്മൾ കൈ മടക്കുമ്പം ആ രേഖകൾ അമർന്നു നിൽക്കും, ബാക്കി ഭാഗത്തെ മാംസപേശികൾ ഉരുണ്ടുപോയി. അപ്പം നിങ്ങൾക്കൊരു വസ്തുവിനെ പിടിക്കാൻ പറ്റും. ഇത് പരിണാമത്തിലൂടെ ഉണ്ടായി വന്നാണ് നമ്മുടെ ആവശ്യമായിട്ട്. ഇത് നമുക്ക് മാത്രമല്ല, കുരങ്ങനുമുണ്ട്. കൈ കൊണ്ട് പിടിക്കുന്ന എല്ലാ ജീവികൾക്കുണ്ട്. കുരങ്ങിൻ്റെ ഇടയിൽ ഹസ്തരേഖാശാസ്ത്രജ്ഞന്മാരുണ്ടോയെന്ന് ഇതുവരെ ആരും പരിശോധിച്ചിട്ടില്ല. എന്തായാലും ഉണ്ടാകാൻ സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പം ഇത് ശുദ്ധമായ അബദ്ധമാണ്. ഹസ്തരേഖ എന്ന് പറയുന്നത് ആരാ നമ്മുടെ ഭാവി എഴുതി വെക്കാൻ? നമ്മുടെ ഭാവി ആകാശത്ത് അടയാളപ്പെടുത്താനും കയ്യിൽ അടയാളപ്പെടുത്താനും ഒക്കെ ആരെങ്കിലും ചുമതലപ്പെടുത്തണ്ടേ? ദൈവം തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അവിടെ ഓരോരുത്തരുടെയും ഭാവി ഇങ്ങനെ അടയാളപ്പെടുത്തുന്നതിന് എന്താ അർത്ഥമുള്ളത്? അങ്ങനെയാണെങ്കിൽ ഭാവി മുഴുവൻ നേരത്തെ തീരുമാനിക്കപ്പെട്ടു എന്നല്ലേ എൻ്റെ അർത്ഥം? നമ്മുടെ മുഴുവൻ ആളുകളുടെയും ഭാവി നേരത്തെ തീരുമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥഹീനത ആലോചിച്ച് നോക്കൂ. അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല. നിങ്ങൾ ഒരു കള്ളനായിട്ട് ജീവിക്കുന്നു, എന്താ കാര്യം? നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ഹസ്തരേഖയിൽ അതുണ്ട്, പിന്നെ മാറാൻ പറ്റുമോ? ദൈവം തീരുമാനിച്ചു വിട്ടതല്ലേ? നിങ്ങളൊരു കള്ളനായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അത് കയ്യിൽ അടയാളപ്പെടുത്തി വിട്ടു. ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് ഗ്രഹങ്ങളെ കൊണ്ടും അടയാളപ്പെടുത്തിയിരിക്കുന്നു, ജാതകത്തിലുണ്ട്. എന്നിട്ട് പിന്നെ കക്കാതിരിക്കാൻ പറ്റുമോ? കക്കാതിരുന്നാൽ ദൈവദോഷമാണ് നിങ്ങൾ ചെയ്യുന്നത്. ശരിയല്ലേ? ദൈവവിരുദ്ധമാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ തെറ്റുകൾക്കും മുഴുവൻ നന്മകൾക്കും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല. അത് നിങ്ങൾ ജനിച്ചപ്പോഴേ തീരുമാനിക്കപ്പെട്ടു പോയി എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അങ്ങനെ ഒരു കാര്യം നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കേരളത്തിലും ബീഹാറിലും ഒക്കെ ഒരു കാലത്ത് ബഹുഭൂരിപക്ഷ ആളുകളും പട്ടിണിയിലായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമ്പം ബഹുഭൂരിപക്ഷമൊക്കെ എഴുത്തും വായന അറിഞ്ഞുകൂടായിരുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ മാർഗമില്ലായിരുന്നു. വലിയൊരു വ്യത്യാസമൊന്നും ബീഹാറിലുണ്ടായില്ല, വലിയൊരു വ്യത്യാസം കേരളത്തിലുണ്ടായി. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി, എല്ലാവർക്കും രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. എങ്ങനെയാ ഇതുണ്ടായത്? നമ്മുടെയൊക്കെ ജാതകം നന്നായിട്ടാണോ? ഗ്രഹനില നന്നായിട്ടാണോ? എല്ലാവർക്കും ഒരേ നക്ഷത്രങ്ങൾ തന്നെയാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയത് നമ്മൾ വിദ്യാഭ്യാസം നേടി, ശാസ്ത്രബോധം നേടി, നല്ല രാഷ്ട്രീയം വളർത്തിയെടുത്തു. അങ്ങനെയാണ് നമ്മൾ മാറിയത്. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ശാസ്ത്രബോധവും നമ്മുടെ വിദ്യാഭ്യാസവും എല്ലാം ചേർന്നിട്ടാണ്. അത് വളരാത്തടത്ത് വളർച്ച ഉണ്ടാവില്ല. ഈ കാര്യം തിരിച്ചറിയാതെ ഇതൊക്കെ നമ്മുടെ ജനിച്ച സമയത്ത് നമ്മുടെ ഗ്രഹനിലയാണ്, വിധിയാണ്. വിധി വിഹിതം മാറ്റാനാവുമോ? നേരത്തെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ ഈ സാക്ഷര സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നാണക്കേടാണ്. അത് മാറ്റേണ്ടത്. ഇതാണ് നമ്മുടെ പൊതുവൊരു നിലപാടായിരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലേ? ഇനി അഭിപ്രായം പറയാനുള്ളവർക്ക് പറയുകയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കുകയൊക്കെ ചെയ്യാം. ഇത്ര ക്ഷമാപൂർവ്വം കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.